ഹലോ എവ്രിബഡി. സോ ഗുഡ് ഈവനിങ് എവ്രിബഡി. എല്ലാവരും ഈദിന്റെയും വിഷുവിന്റെയും ഒക്കെ ഒരു സെലിബ്രേഷൻ മൂഡിലിരിക്കുകയായിരിക്കും തോന്നണം അല്ലേ? യെസ്. അപ്പോൾ എല്ലാവർക്കും വന്നിരിക്കുന്ന നമ്മുടെ വെബിനാറിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വെബിനാറിലോട്ട് ഹാർട്ടി വെൽക്കം. സോ നമ്മളുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, 7:35 ആയിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ അറിയിച്ച പോലെ നമ്മളുടെ ഇന്നത്തെ വെബിനാർ വിൽ ബി ഓൺ ദ ടോപ്പിക് ഫാമിലി തെറാപ്പി ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ സൈക്കോളജി സ്റ്റുഡൻസ് UG PG ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫാമിലി തെറാപ്പിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? സോ നമുക്ക് എന്താ പറയാ, പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു വെസ്റ്റേൺ കേസസ് ഒക്കെ വെച്ചിട്ടുള്ളതായിരിക്കും കണ്ടിട്ടുണ്ടാവുക, റൈറ്റ്? അപ്പൊ പക്ഷെ നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എന്താ പറയാ, നമുക്ക് ഇന്ത്യയിലുള്ള ഫാമിലി ഡൈനാമിക്സ് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, ഇന്ത്യൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ഏതൊക്കെ ഫാമിലി തെറാപ്പീസ് ആണ്, സ്പെസിഫിക് ഫാമിലി തെറാപ്പീസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക ഇസ് റിയലി ഇമ്പോർട്ടന്റ്. സോ ഇതിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വെബിനാർ. ആൻഡ് ഈ ഒരു വെബിനാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് എത്തിയിട്ടുള്ളത് സുനി MS സർ ആണ്. സോ സാറിനെ പറ്റി പറയാനാണെങ്കിൽ, ഹീസ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. നമ്മുടെ സൈക്കോളജി ഫീൽഡിൽ, എസ്പെഷ്യലി റിസർച്ച് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫീൽഡിൽ ഓൾമോസ്റ്റ് 19 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്കൽറ്റി ആണ്. ആൻഡ് ഹീസ് കറന്റ്ലി വർക്കിംഗ് ആസ് എ കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അറ്റ് MES അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹിസ് ഓൾസോ എ പ്രൊഫസർ അറ്റ് MES നഴ്സിംഗ് കോളേജ്. അതുപോലെ തന്നെ ഹീസ് ഓൾസോ the director of Behavior Science Research Organization, which is an NGO for research and behavior science and psychology. And he's also the international member of APA, American Psychological Association. And the main practice areas sex therapy, family therapy, marriage therapy തുടങ്ങിയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് തെറാപ്പീസിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ടോപ്പിക് എടുക്കാൻ പറ്റിയുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. So with most respect, I welcome Suni sir to this webinar and to start over the session, sir. Welcome, sir. Thank you. Aifat, thank you, Aifat. And the name is Suni, like somebody will be knowing me. I think like I'm audible, like. Yes, sir, audible ആണ് കേട്ടോ. Fine. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ആക്ച്വലി വെബിനാറുകൾ കഴിഞ്ഞിട്ട് സെമിനാറുകളുടെ ടൈമാണല്ലോ. അപ്പം കുറച്ച് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വെബിനാറിലേക്ക് എത്തുന്നത്. ഇപ്പൊ സെമിനാറുകളാണല്ലോ കൂടുതൽ ഉണ്ടാവുക. Okay, fine. എന്നെ കുറിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഫൈൻ. സോ ദിസ് ഈസ് അബൌട്ട് മീ ആക്ച്വലി. എൻ്റെ പേര് സുനി. ഞാൻ MES മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കുറേ വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2005 മുതൽ തന്നെ MES വർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനിൽ MPhil ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഐ എം വർക്കിംഗ് ഇൻ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇസ് ലൈക്ക് ഞാനൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോഴത്തേക്ക് അവിടെ റിസർച്ചും അക്കാഡമിക്സും അതേപോലെ തന്നെ കേസസ് കാണാനും പറ്റും. എനിക്ക് ഈ 3 കാര്യങ്ങളും ഇൻട്രസ്റ്റഡ് ആണ്. കേസ് കാണുന്നത് ഇൻട്രസ്റ്റ് ആണ്, അക്കാഡമിക്സ് ഇൻട്രസ്റ്റ് ആണ്, റിസർച്ച് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് 3 കൂടി ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് കൊണ്ടായി ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ വർക്ക് ചെയ്തത്. നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് മാത്രമായി കഴിഞ്ഞാൽ ഇത് 3 നടക്കത്തില്ല. അപ്പൊ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. സോ ദാറ്റ്സ് റീസൺ വൈ when it comes to like family എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഡൈനാമിക് തിങ് ആക്ച്വലി. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ ഫാമിലി എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, ഇന്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മളൊരു ഫാമിലി നമ്മള് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഫാമിലി പഠിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നതിൽ നിന്ന് ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഇന്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ. പലപ്പോഴും അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും ഇന്ത്യൻ ഫാമിലീസ് എന്ന് പറയുമ്പോഴത്തേക്ക്. There'll be lot of things which will be influencing our family. പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു ഫാമിലി, അതായത് കല്യാണം കഴിക്കുന്നു, ഹസ്ബൻഡ് വൈഫ് ആവുന്നു, അവർക്ക് കുട്ടികളാവുന്നു, അവരുടെ കുട്ടികൾ വളരുന്നു എന്നൊരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് വേറെ പല കാര്യങ്ങൾ, പല വ്യക്തികൾ, പല കാര്യങ്ങൾ, പല കോണ്ടെക്സ്റ്റുകൾ, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകൾ, പല മിത്തുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും പലപ്പോഴും ഫാമിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. മേ ബി ലൈക്ക് എന്താ പറയുക, പൊളിറ്റിക്കൽ ആസ്പെക്ട് പോലും പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു കേസ് ഓർക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യൻ്റ്, ഒരു ഫാമിലി, പ്രൈമറി ആയിട്ട് അവർ വന്നിരുന്നത് അവരുടെ കുട്ടിയുടെ കത്തിനായിട്ടായിരുന്നു. അവരുടെ ഒരു മകൻ ഒരു ബിലോ ആവറേജ് ഇന്റലിജൻസ് ഉള്ള ഒരു ബോയ് ആയിരുന്നു. അപ്പം ഒരു സിംഗിൾ ചൈൽഡാണ്, അവരുടെ ഫാമിലിയുള്ള ഒരു സിംഗിൾ ചൈൽഡാണ്. പക്ഷെ പിന്നീട് ഞാൻ ആ ബോയുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി. അവന്റെ കുറെ സ്കിൽ ട്രെയിനിങ് ഒക്കെ നടത്തി. അവന്റെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, +2 പോയി. +2 പോയെന്ന് വെച്ചാൽ എല്ലാം ഈ ഓപ്പൺ സ്കൂളിൽ. somebody is talking too much. മ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി എന്ന രീതിയിൽ നമ്മൾ ഒരു ക്ലയന്റിനെ മാത്രം കാണാതെ, ആ ഇൻഡിവിജ്വലിനെ മാത്രം കാണാതെ ആ ഫാമിലി എന്ന രീതിയിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴത്തേക്ക്
പലപ്പോഴും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ തെറാപ്പിനേക്കാൾ കൂടുതൽ ഒരു ഫാമിലി ഇൻവോൾവ്മെന്റ് വേണ്ടി വരും. അത് പല സിറ്റുവേഷൻ പല കോണ്ടെക്സ്റ്റിലായിരിക്കും ഉണ്ടാവുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആ ഫാമിലിയിൽ പിന്നീട് മനസ്സിലായത് അതൊരു സിംഗിൾ ചൈൽഡ് ഫാമിലിയാണ്. അപ്പൊ ഒറ്റ മകൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒറ്റ മകൻ മാത്രമാണെങ്കിൽ നമ്മൾ ചോദിക്കും വാട്ട് വിൽ ബി ദ റീസൺ എന്നുള്ളത്. ഓക്കെ, ഈവൻ ദോ നമ്മൾ പുതിയ തലമുറയിലെ ഫാമിലികളിൽ കുട്ടികൾ വേണ്ട എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ വേണ്ടാതെ, അല്ലെങ്കിൽ ഒറ്റ മകൻ മതി, അല്ലെങ്കിൽ ഒറ്റ മകൾ മതി. ഫാമിലി പ്ലാനിങ് കോൺസെപ്റ്റ് വെച്ചിട്ടൊക്കെ ആൾക്കാർ തീരുമാനിക്കുന്നുണ്ട്, ലൈഫിനെ എൻജോയ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫാമിലിയിൽ ഞാൻ ചോദിച്ചു അവരോട് വൈ സിംഗിൾ ചൈൽഡ് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ആസ് പാർട്ട് ഓഫ് ദ അസസ്മെന്റ്, അവരുടെ അസസ്മെന്റ് ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലേഡി പറഞ്ഞത്, ആ കുട്ടിയുടെ മദർ പറഞ്ഞത്, എന്താ പറയാ, അവർക്ക് കൂടുതൽ കൂടുതൽ കുട്ടികളോടൊന്നും ആഗ്രഹമില്ല, ഒറ്റ കുട്ടി തന്നെ മതി. ഒറ്റ കുട്ടിയായപ്പോൾ തന്നെ അവർക്ക് എന്താ പറയാ, അവർക്കത് മതി എന്നുള്ള ഫീലിംഗ് വന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സെഷൻസ്, തേർഡ് ഫോർത്ത് സെഷൻസ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ കുറച്ചുകൂടി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ തുടങ്ങി. റിവീൽ ചെയ്തപ്പം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് ഫാമിലി ഉണ്ട്, അത് ഈ ഹസ്ബൻഡും വൈഫും എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന, ആക്ച്വലി ഹസ്ബൻഡ് വൈഫ് എന്ന് പറയാൻ പാടില്ല, അത് പാർട്ട്നേഴ്സ് എന്ന് പറയാൻ പാടില്ല, ലൈഫ് പാർട്ട്ണർ എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, ലൈഫ് പാർട്ട്ണർ എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്കും രണ്ടാളുടെയും പൊളിറ്റിക്കൽ വ്യൂ ഡിഫറെന്റ് ആവും. അതായത് രണ്ട് ഫാമിലിയുടെ പൊളിറ്റിക്കൽ വ്യൂ ഡിഫറെന്റ് ആവും. രണ്ട് ഫാമിലിയുടെ പൊളിറ്റിക്കൽ വ്യൂ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആ ലേഡിക്ക് ഇതങ്ങനെ അധികം നാൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അതുകൊണ്ട് ആ സിംഗിൾ ചൈൽഡ് മതി എന്നുള്ളത്. അത് സിംഗിൾ ചൈൽഡ് ആയതിനു ശേഷമാണ് ഈ പൊളിറ്റിക്കൽ ഡിഫറൻസ് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവര് വീണ്ടും കുട്ടികൾ വേണ്ടെന്നൊക്കെ തീരുമാനം. അത് ഒരു 4-5 സെഷൻസ് കഴിയുമ്പോഴാണ് അവർ പറയുന്നത്. അപ്പം ഇന്ത്യൻ കോൺടെക്സ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഡിഫറൻസ് പോലും പലപ്പോഴും ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറൊരു ഫാമിലിയിൽ അബൌട്ട് അനദർ ഫാമിലി, ആ ഫാമിലിയിൽ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിലോങ് ടു, ലൈക്ക് നമ്മളിപ്പോ ഇന്ത്യൻ കോൺടെക്സ്റ്റ് പറയുമ്പോൾ എപ്പോഴും റിലിജിയനും കാസ്റ്റും കൾച്ചറൊക്കെ പറയേണ്ടതായിട്ട് വരും. അപ്പം ദേ ബിലോങ് ടു എ ക്രിസ്ത്യൻ ഫാമിലി. അപ്പം ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലേക്കാണ് ഒരു പെൺകുട്ടീനെ സോ കോൾഡ് അറേഞ്ച് മാരേജ് സെറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വന്നതിന് ശേഷം മനസ്സിലാക്കുന്ന ഒരു കാര്യം, പെൺകുട്ടി ബിലോങ് ടു അപ്പർ ക്ലാസ് ക്രിസ്ത്യൻ ഫാമിലി, ലൈക്ക് അതായത് ഡിഫറെന്റ് കാസ്റ്റ് സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് അതിന് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും. അപ്പം പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു റോമൻ കത്തോലിക് ഫാമിലിയിൽ പെട്ടതാണ്. ബോയുടെ ഫാമിലിയും റോമൻ കത്തോലിക് തന്നെയാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ബോയുടെ മദർ അവര് വേറൊരു ഈ റോമൻ കത്തോലിക്ക എന്ന് വിട്ടിട്ട് വേറൊരു ക്രിസ്ത്യൻ കാസ്റ്റിലേക്ക് മാറുകയുണ്ടായി. അങ്ങനെ മാറിയപ്പോഴത്തേക്ക് ദർ വാസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മദർ ലോ ആൻഡ് വൈഫ്. ഓക്കെ, വാട്ട് ഹാപ്പൻ ഈസ് ലൈക്ക് അതിനുശേഷം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. അഗൈൻ ദർ ലോട്ട് ഓഫ് കോൺഫ്ലിക്ട് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഒരുപാട് കോൺഫ്ലിക്ട് വന്നു. കാരണം ഫാമിലിയുടെ ഉള്ളിലായിരുന്നെങ്കിൽ എക്സ്പെൻസസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഇവര് റെന്റഡ് ഹൗസിലേക്ക് പോയപ്പോഴത്തേക്ക് ബോത്ത് പാർട്ടീസ് ഹാസ് ടു വർക്ക്, രണ്ടാളും ജോലിക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ് വന്നു, കുട്ടികളെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് വന്നു. അവർക്കൊരു ചൈൽഡേ ഉള്ളൂ, ആ ചൈൽഡിനെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ട് വന്നു. ആൻഡ് ദാറ്റ് വാസ് ദ റീസൺ വൈ ലൈക്ക് ഐ സോ ദം. അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിളിന്റെയും മീനിങ് എന്താന്ന് പറഞ്ഞാൽ, ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെന്റ് കോണ്ടെക്സ്റ്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ഇന്ത്യൻ ഫാമിലീസ്. ഓക്കെ, ഇന്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ അഗെയിൻ നമ്മുടെ ഒരു വ്യൂ പോയിന്റ് അബൌട്ട് ഫാമിലി ഇറ്റ് സെൽഫ് ഇസ് ഡിഫറെന്റ്. ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്. ഒരു പേഴ്സൺ, ഓക്കെ, സംബഡി ഈസ് ടോക്കിംഗ്, മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഇഫ് നീഡഡ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് മാത്രം ഡിസ്കസ് ചെയ്താൽ മതിയല്ലോ. ഇന്ത്യൻ ഫാമിലിയുടെ സിറ്റിംഗ് വരുന്ന സമയത്ത് ഈ കളക്ടിവിസ്റ്റ് വേൾഡ് വ്യൂവും ഇൻഡിവിജ്വലിസ്റ്റ് വേൾഡ് വ്യൂവും തമ്മിൽ ഡിഫറൻസസ് ഉണ്ട്. അതായത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഓക്കെ, കളക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം ഒന്നിച്ചാണ്. അതായത് നമ്മുടെ വീട്ടിലുള്ള പെറ്റ് ആനിമൽസും നമ്മളും നമ്മുടെ നേച്ചറും എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ വെസ്റ്റേൺ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഫോം ആയിട്ട്, ലൈക്ക് വേർ അതിന് പറയുന്നത് ഈഗോ സെൻട്രിക് അല്ലെങ്കിൽ ആന്ത്രോപോമെട്രിക് സെൻട്രിക് എന്ന് പറയാം. അതായത് ഒരു ഹ്യൂമൻ ബീങ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹ്യൂമൻ ബീങ്സിന് വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഹ്യൂമൻ ബീങ്സിന്റെ എക്സിസ്റ്റൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ബാക്കിയല്ല ആനിമൽസും ബാക്കിയല്ല പ്ലാന്റ്സും ബാക്കിയല്ല എൻവയോൺമെന്റ് മൊത്തം ഉള്ളതെന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പം ഇവിടെ ഒരു കളക്ടിവിസ്റ്റിക് വ്യൂ ആയതുകൊണ്ട് നമ്മുടെ നെയ്ബർ പോലും ഫാമിലിയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ഫാമിലി ഇടപെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലോട്ട് ഓഫ് ലൈക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കേസസ് ഉണ്ടാവും. നിങ്ങളും ബീങ് സൈക്കോളജി സ്റ്റുഡൻസ് ലൈക്ക് ബീങ് സൈക്കോളജിസ്റ്റ് നിങ്ങൾ പലപ്പോഴും കണ്ടുണ്ടാവും.
നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇടപെടുക. കാരണം നമ്മളൊരു ഫാമിലി കോൺസെപ്റ്റിൽ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പം അയൽക്കാരനെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെയോ ഒക്കെ അല്ലെങ്കിൽ പള്ളിയിലെ പ്രധാനിനെയൊക്കെ ചിലപ്പം ഫാമിലി തെറാപ്പിയുടെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്യിക്കേണ്ടതായിട്ട് വരുന്നു. വൈ? ബിക്കോസ് നോ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫാമിലി. ഒരു കളക്റ്റീവ് കോൺസെപ്റ്റിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ ഫാമിലി. പിന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഈ ട്രഡീഷണൽ ആസ്പെക്ട്സ്, ഈ റിച്വലിസ്റ്റിക് ആസ്പെക്ട്, റിലിജന്റെ ആയിട്ടോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ ആയിട്ടോ അല്ലെങ്കിൽ ഒരു 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 നാട്ടു നടപ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഒരു കുറെ വർഷങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നടന്നു പോരുന്ന ചില ഫാക്ടേഴ്സ്. ഓക്കെ, അത് പലപ്പോഴും മാരേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ മാരേജിന്റെ ട്രഡീഷണൽ ഫംഗ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കും, ഈ ഫോക്ക് ബിലീഫ്സ് എന്നൊക്കെ പറയുന്ന പോലെ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇൻഫ്ലുവൻസ് ഫാക്ടർ ആയിരിക്കും ഹയറാർക്കി ഇൻ ദ ഫാമിലി. ഹയറാർക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഫാമിലിയിലെ പൊസിഷൻസ്, ആര് ആര് ആദ്യം, രണ്ടാമത് ആര്, എങ്ങനെയായിരിക്കും. ഇപ്പം ഒരു ഫാമിലിയിലെ ഒരു ഡോക്ടർ ലോ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ വീട്ടിൽ, അത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഈ ചായ കൊടുക്കുന്നതിന് പോലും ഓർഡർ ഉണ്ട്. അതായത് ആദ്യമേ ഫാദറിലേക്ക് കൊടുക്കണം, ഓക്കെ, പിന്നെ മദറിലേക്ക് കൊടുക്കണം, പിന്നെ ഹസ്ബൻഡിനും ഇവർക്കും കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കണം ചായ. കാരണം ഫാദറിലോ ആണ് ആദ്യം എഴുന്നേക്കുന്നത്. അപ്പൊ ഫാദറിലേക്കുള്ള ചായ ആദ്യം ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഫാദറിലോ പിന്നീട് നമ്മളോട് സംസാരിക്കില്ല, അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ള ഇത് പറഞ്ഞു. നമുക്കിത് കേൾക്കുമ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു സിമ്പിൾ കാര്യമല്ലേ, ഒരു ചായ ഉണ്ടാക്കി കൊടുത്താൽ എന്താന്ന് തോന്നിയേക്കാം. പക്ഷെ ഇത് ഡെയിലി ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഡെയിലി ഈ ഒരു പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഫോളോ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ലൈഫിനെ കാണാൻ പറ്റുമെന്ന് വരത്തില്ല. ബിക്കോസ് ഇതൊരു സ്ട്രെസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഡെയിലി ഒരു പാറ്റേൺ റൂട്ടീൻ ഇങ്ങനെ ഫോളോ ചെയ്തണം. പിന്നെ പലപ്പോഴും ആൾക്കാർ ഈ ഫെയ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്താ പറയാ, ഇതെന്റെ ഉത്തരവാദിത്തമാണോ, എന്റെ ഒരു കടമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാനേജ് ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പല പല ഫാക്ടേഴ്സ് നമ്മൾ സാധാരണ കാണുന്നത് ഇമോഷണൽ ഫാക്ടേഴ്സ് ആയിരിക്കും. ഫാമിലി മെമ്പേഴ്സ്, അതായത് ഈ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഈക്വാലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും സാധാരണ നമ്മൾ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഫാമിലീസിൽ കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും എന്നുള്ള രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വരുമ്പം ഇതൊന്നും അല്ലാതെ തന്നെ 100,000 കാര്യങ്ങൾ നമ്മുടെ ഫാമിലിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ പ്രോബ്ലംസ് ഇൻ ഇന്ത്യൻ ഫാമിലി വരുമ്പോഴത്തേക്കും ആസ് യൂഷ്വലി എപ്പോഴും ഇമോഷണൽ പ്രോബ്ലം വിൽ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സാധാരണ ഫാമിലികളിലെല്ലാം ഇമോഷണൽ പ്രോബ്ലം തന്നെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ബട്ട് ഇമോഷണൽ പ്രോബ്ലംസ് അല്ലാതെ തന്നെ, അത് സൈക്കോളജിസ്റ്റുകൾക്ക് ഫാമിലിയിൽ ഇടപെടുമ്പോൾ, ഫാമിലി തെറാപ്പി എന്ന രീതിയിൽ ഇടപെടുമ്പോഴത്തേക്കും ഈ ചിലപ്പോൾ ലാക്ക് ഓഫ് സോഷ്യൽ റിസോഴ്സ് ആൻഡ് സപ്പോർട്ട് ആയിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഒരു സപ്പോർട്ടോ സോഷ്യൽ റിലേഷൻഷിപ്പോ ഇല്ല എന്നുള്ളതായിരിക്കും ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പം ഒരു ഫാമിലി അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതിനകത്ത് ആ വൈഫ് ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടോ, ഹസ്ബൻഡ് +2 വരെ പഠിച്ചിട്ടുണ്ടോ. പക്ഷെ വൈഫിന് ജോബിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ വീട് എന്ന് പറഞ്ഞ കുറച്ച് ഉള്ളിലേക്കാണ്. ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു 1.5 കിലോമീറ്ററോളം നടന്നിട്ട് വേണം റോഡിലേക്ക് എത്താൻ. റോഡിലെത്തിയിട്ട് അവിടെ നിന്നൊരു ബസ് കയറി വേറെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു ബസ് കയറി ടൗണിലേക്ക് പോകണം. അങ്ങനെ അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം ഇത് ഐദർ ഹസ്ബൻഡ് ഇവരെ കൊണ്ടാക്കേണ്ടതായിട്ട് വരും രാവിലെ ഇത്രയും ദൂരം നടന്നു പോകുന്നുള്ളത്. ഹസ്ബൻഡ് എല്ലാ ദിവസവും രാവിലെ കൊണ്ടാക്കാൻ പറ്റില്ല, കാരണം ഹസ്ബൻഡിന്റെ ജോബ് പോകണ കുറച്ചുകൂടി നേരത്തെ പോകേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഇല്ലായ്മ ചിലപ്പോൾ ഒരു ഫാമിലിയുടെ ഇഷ്യൂ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഐസൊലേഷൻ, ഈ മറ്റ് മെയിൻ സ്ട്രീം കാര്യങ്ങളിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ട് റൂറൽ ഫാമിലി സെറ്റിംഗിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും പോവർട്ടിയും ഡിസീസും ഓവർ ക്രൗഡിങ്. ഇപ്പൊ ഒരു ഫാമിലി, നമ്മുടെ നാട്ടിലെ ഈ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ന്യൂക്ലിയർ ഫാമിലി ആണോ, അതൊരു ജോയിന്റ് ഫാമിലി ആണോ, അതൊരു എക്സ്റ്റൻഡഡ് ഫാമിലി ആണോ എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാകുന്നുണ്ട്. ചിലപ്പം ചില ഫാമിലിക്കകത്ത് ഓവർ ക്രൗഡിങ് ഉണ്ടായിരിക്കും. അത് ഒരൊറ്റ വീടിനകത്ത് തന്നെ ഒരുപാട് ന്യൂക്ലിയർ ഫാമിലികൾ ജീവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഫാദറിന്റെ ബ്രദേഴ്സ്, അങ്ങനെ ഒരു 3-4 ബ്രദേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അവരുടെ കുട്ടികൾ എല്ലാവരും ഒരേ റൂമായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ട്. അത് ബോത്ത് പേരൻസും രണ്ട് കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികളും ഒരേ റൂം ഷെയർ ചെയ്യുന്നത്. അങ്ങനെ 4-5 ഫാമിലികളിൽ ഒരൊറ്റ വിസിനിറ്റിക്കുള്ളിൽ, ഒറ്റ വീടിന്റെ ഉള്ളിൽ താമസിക്കുന്നത്. അപ്പം അതായത് ഒരു വീട്ടിൽ തന്നെ ഒരു 5-6 ബെഡ്റൂം ഉണ്ടായിരിക്കും. ഓരോ ബെഡ്റൂമിനകത്തും ഒരു ഫാമിലീസ് എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അപ്പം അവിടെ റിസോഴ്സ് ഷെയർ ചെയ്യുന്നതിൻ്റെ അകത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതായത് അവിടെ ഓവർ ക്രൗഡിങ് ഉണ്ടാക്കി. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നതിലും ഫുഡ് ഷെയർ ചെയ്യുന്നതിൻ്റെ അകത്തും അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനകത്തൊക്കെ ഡിഫിക്കൽറ്റീസ് ഉണ്ടാകാൻ സാധ്യത. അപ്പം നമ്മൾ ഇന്ത്യൻ കോൺടെക്സ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതായിട്ട് വരും.
പിന്നെ മൈഗ്രേഷൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. നമ്മളെപ്പോഴും നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറേബ്യൻ കൺട്രീസിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലേക്കോ മൈഗ്രേറ്റ് ചെയ്യാൻ ഒരുപാട് ടെൻഡൻസിയുള്ള ആൾക്കാരാണല്ലോ. അപ്പം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് 2 months തന്നെ സ്പൗസ് പുറത്തേക്ക് പോകുന്നു. ഇപ്പൊ ഒരു മെയിൽ പാർട്ട്ണർ പുറത്തേക്ക് പോകുന്നു. പിന്നെ ആള് വരുന്നത് 1 year കഴിഞ്ഞിട്ടായിരിക്കും. ഓക്കെ, 1 year കഴിഞ്ഞിട്ട് വരുന്നു. അവര് സ്പെൻഡ് ടുഗദർ. അവർ മേ ബി ലൈക്ക് ആ സമയത്ത് അവർ ഇപ്പം എന്താ പറയുക പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരിക്കും. അഗെയിൻ ഹസ്ബൻഡ് ഈസ് ഗോയിങ് ബാക്ക് ടു അബ്രോഡ്. അതിനുശേഷം അടുത്ത വിസിറ്റ് വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ ഇപ്പോൾ ഒരു 6 മാസമായിട്ടായിരിക്കും അടുത്ത വിസിറ്റ് വരുന്നുണ്ടാവാം. ഓക്കെ, അങ്ങനെ ഒരു 30 years ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ ശരിക്കും റിയലി ഹസ്ബൻഡ് വൈഫായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവുക ഒരു 3 or 4 years ആയിരിക്കും. അവരുടെ ടൈം നോക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിച്ച ടൈം നോക്കുകയാണെങ്കിൽ 3 or 4 years ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവും. അപ്പം അതും ചില ഫാമിലീസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഐ റിമെമ്പർ എ കേസ് ലൈക്ക് ഒരു 58 years ഓൾഡ് വൈഫും ഒരു 60+ years ഉള്ള ഒരു ഹസ്ബൻഡും. ഓക്കെ, അവര് ഞാൻ കാണാനിടയായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നതായിരുന്നു. അവർക്ക് ഹസ്ബൻഡിന് ഡയബറ്റീസ് ഉണ്ട്, ഡയബറ്റീസിന് ട്രീറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഹസ്ബൻഡിന് ട്രീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഈ ലേഡി ആ ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ ഒന്ന് കാണണം, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഡോക്ടർ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആളായതുകൊണ്ട് ആളൊരു എന്താ പറയുക ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പം ആൾക്ക് ആ ഒരു ഡയബറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്രസീവ് സിംറ്റംസോ അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ ഫാമിലി ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. അയാൾ റെഫർ ചെയ്തിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ഹസ്ബൻഡ് റീസെന്റ് കെയിം ഫ്രം അബ്രോഡ്. അപ്പം ആകെ കുറെ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. ഇപ്പോഴും മാത്രമാണ് അവര് ശരിക്കും അയാൾ റിട്ടയർഡ് ആയിട്ട് വന്നിരുന്നത്. അവരുടെ കുട്ടികളൊക്കെ ഇപ്പം അഗെയിൻ അവരുടെ കുട്ടികളൊക്കെ ഗൾഫിലേക്ക് പോയി അല്ലെങ്കിൽ അവരൊക്കെ സെറ്റിൽ ആണ്. അപ്പം വൈഫിന്റെ ഒരു പരാതി തന്നെ 50 years ഓൾഡ് ലേഡിയുടെ പരാതി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെയിൻ കംപ്ലൈന്റ് ഈസ് ലൈക്ക് നോട്ട് ഹാവിംഗ് സെക്സ്വൽ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം എന്റെ ലൈഫ് ഇത്രയും വർഷമായിട്ട് പോയി എന്ന രീതിയിൽ അവർ പറയുന്നത്. കാരണം ഇയാളിപ്പോ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇയാൾക്ക് ഡയബറ്റീസും മറ്റ് അസുഖങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇയാൾക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊന്നും താല്പര്യം തോന്നുന്നില്ല. ബട്ട് ഷീ നീഡ് ദാറ്റ്, ഷീ വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. അത് ഹസ്ബൻഡ് നാട്ടിൽ എപ്പോഴെങ്കിലും വരുമല്ലോ, എന്നിട്ട് അവർക്ക് ഒരു ഹാപ്പി ലൈഫ് ഉണ്ടാവുന്ന എക്സ്പെക്ടേഷനായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ അസുഖമായിട്ട് വരുന്നു. അപ്പൊ ഇത് പറയാൻ അവർക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് അവർ പൊട്ടിക്കരയുമായിരുന്നു. അപ്പം ലോട്ട് ഓഫ് തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ്. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ്. നമ്മൾ പറയാം നമ്മൾ വെൽ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണെന്നുള്ളതും നമ്മൾ ഭയങ്കര വെൽ എഡ്യൂക്കേറ്റഡ് സ്റ്റേറ്റ് ആണ്, ഇതൊക്കെ ട്രൂ ആണ്. പക്ഷെ സ്റ്റിൽ ദർ ആർ ലൈക്ക് ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ്. ഡൗറി മേ ബി ലൈക്ക് ഡയറക്റ്റഡ് ഡൗറി ചോദിക്കുന്നുണ്ടാകത്തില്ല, ബട്ട് സെയിം ഡൗറി ടൈപ്പ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതൊരു കൾച്ചറൽ എന്താ പറയുക സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഈ പേര് ഡൗറി എന്നായിരിക്കത്തില്ല, പക്ഷെ പെൺകുട്ടിക്ക് എന്തൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു തോട്ട്സ് വരുന്നുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഈസ് ലൈക്ക് എന്താണ് ഈ ഓൾഡർ ഫാമിലി മെമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നത്. മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ ഓൾഡർ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം അവരൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പല കാര്യങ്ങളും. കുട്ടിയാവണം, കുട്ടി എപ്പോഴാവണം, ജോലിക്ക് പുറത്തു പോകണോ വേണ്ടയോ, അങ്ങനെ പല കാര്യങ്ങളും ഓൾഡർ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം ഗ്രാൻഡ് പേരൻസ് ഒക്കെ ആയിരിക്കും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ്. അത് സാധാരണഗതിയിൽ ഫാമിലി തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫാമിലിയുടെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നോക്കേണ്ടി വരുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യൻ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര എന്താ പറയുക ഡൈനാമിക് ഉള്ള ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ബീങ് എ ഫാമിലി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു മൾട്ടി കൾച്ചറൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായിരിക്കും ഫാമിലി തെറാപ്പി നടത്തുന്നത്? ഫാമിലി തെറാപ്പി ഇസ് എ ഫോം ഓഫ് സൈക്കോതെറാപ്പി. ഇറ്റ്സ് ബേസിക്കലി ടു റെഡ്യൂസ് ദ ഡിസ്ട്രസ് ആൻഡ് കോൺഫ്ലിക്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ദ സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ എമംഗ് ഫാമിലി മെമ്പേഴ്സ്. അപ്പം ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇന്ററാക്റ്റീവ് സിസ്റ്റം ആണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ഒരു എന്താ പറയുക കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്ട്രസ് റിമൂവൽ അല്ലെങ്കിൽ അവരുടെ ഒരു വെൽബീങ് ആയിരിക്കും ഫാമിലി തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഐ തിങ്ക് ലൈക്ക് യു ക്യാൻ ഫോളോ മീ, ഞാൻ പറയുന്നൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പലപ്പോഴും ഫാമിലി തെറാപ്പി കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സൈക്കോളജി കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആർ ഹാവിംഗ് ലൈക്ക് ലോട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. സൈക്കോളജിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്നാണ്. വൈ ഷുഡ് ബി ട്രീറ്റ് എ ഫാമിലി? നമുക്കൊരു ഇൻഡിവിജ്വലിനെ ട്രീറ്റ് ചെയ്താൽ പോലെ നമുക്ക് ഈ ഹസ്ബൻഡിനെയോ വൈഫിനെയോ മാത്രം എടുത്തിട്ട്
അയാളുടെ എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്താൽ പോരെ എന്ന് നമുക്ക് ചോദിക്കാം. അത് മതിയാവോ? അത് ഒരു ഫാമിലി എന്ന രീതിയിൽ നമ്മൾ അതിനെ കാണണ്ട കേട്ടോ. അപ്പൊ ഫാമിലി ആണെങ്കിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, നമുക്ക് അതിൽ നിന്ന് ഒരാളെ മാത്രം അടർത്തി എടുത്തിട്ട് അയാളെ മാത്രം ട്രീറ്റ് ചെയ്താൽ പോലെ അപ്പം ഫാമിലി ശരിയാവും തോന്നുന്നുണ്ടോ? വാട്ട് സേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യു ക്യാൻ No, ആൻസർ sir. ചാറ്റ്. No, sir. No, no. ഓക്കെ. ശരിക്കും സൈക്കോളജിയിൽ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുന്ന സൈക്കോളജിയിൽ എപ്പോഴും പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വ്യക്തികളും തന്നെയാണ്, എല്ലാ ആൾക്കാർക്കും സെൽഫ് എഫിക്കസി ഉണ്ട്, അവർക്ക് അവരുടേതായ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ചു നമ്മുടെ മനസ്സുകൊണ്ട് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ മതി എന്നൊക്കെയാണല്ലോ സാധാരണ ഇതിൽ പറയുന്നത്. അപ്പം ആ രീതി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. കാരണം ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സോഷ്യൽ യൂണിറ്റ് ആണ്. അപ്പൊ ഫാമിലിയുടെ ഇൻഫ്ലുവൻസസ്, അത് ഫാമിലിയിൽ ഈ മൾട്ടി ജനറേഷൻ ഹയറാർക്കീസ് ഉണ്ട്. അപ്പം ഈ മൾട്ടി ജനറേഷൻ ഹയറാർക്കിയുള്ള പാറ്റേൺസ് ഒക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പീപ്പിൾ നിങ്ങളുടെ തന്നെ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ചില പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് ഒക്കെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ എത്രത്തോളം നിങ്ങളുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ ഈ ഫാമിലിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരിക്കും ഒരു മൾട്ടി കൾച്ചറൽ അല്ലെങ്കിൽ ഈ മൾട്ടി ജനറേഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഫാമിലി തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഇമോഷൻ പ്രോബ്ലംസിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ഈ കൾച്ചറിനെ കുറിച്ചൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള രീതിയിൽ തിങ്ക് ചെയ്യാനേ പറ്റത്തില്ല. എഗെയിൻ വൺ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിൽ ബി, ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ലൈക്ക് ഇപ്പം ചില ആൾക്കാർ എത്തിസ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർ ഫെമിനിസ്റ്റ് ആയിരിക്കാം, ചില ആൾക്കാർ ഇനി അതെന്തെങ്കിലും ജെൻഡർ ഇക്വാലിറ്റി ഉള്ളതായിരിക്കണം. ബട്ട് നമ്മുടെ ഈ പറഞ്ഞ വ്യൂ പോയിന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഫാമിലി തെറാപ്പിയിൽ അതേപോലെ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് വിചാരിക്കും, പക്ഷെ എന്റെ ഫെമിനിസ്റ്റ് വ്യൂ ഒരിക്കലും എന്റെ ഫാമിലി തെറാപ്പിയിൽ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഐ ഷുഡ് സീ ദാറ്റ് ഫാമിലി ആസ് എ പ്യുവർ തിങ്. അപ്പൊ ആ ഫാമിലിയുള്ള ഒരു സിസ്റ്റത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ തെറാപ്പി ചെയ്യാൻ. ഇപ്പം ഞാനിപ്പം ഒരു ഫെമിനിസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോ പറയുവാണ് ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ആ ഫാമിലിയിലുള്ള സിസ്റ്റത്തിനെ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ അതിനകത്ത് പറയാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു മൾട്ടി കൾച്ചറൽ ഇൻക്ലൂസീവ് ഡെമോക്രാറ്റിക് വ്യൂ പോയിന്റ് നമുക്ക് എപ്പോഴും ഉണ്ടായാൽ മാത്രമേ ഫാമിലി തെറാപ്പിയിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, ഫാമിലി തെറാപ്പി എപ്പോഴും ഫാമിലി തെറാപ്പി എന്ന് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് വ്യക്തികളുടെ ഒരു ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജസ് നമുക്കറിയാം. ഇതൊരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് ഈ ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ടേംസ് കണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡൗട്ട്ഫുൾ ആയിട്ടോ. അതായത് സിംഗിൾ യങ് അഡൽറ്റ് ലിവിംഗ് ഹോം, അതായത് ഒരു 18, 19, 20 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പേഴ്സൺ വീടിന്ന് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്വന്തമായിട്ടൊരു ഫാമിലി ഉണ്ടാക്കാനായിട്ട്, സ്വന്തമായിട്ട് ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നു. നമ്മളൊരു യങ് അഡൽറ്റ് എന്നുള്ള കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്കും ഓക്കെ, സിംഗിൾ യങ് അഡൽറ്റ് ലിവിംഗ് ഹോം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിൽ സിംഗിൾ യങ് അഡൽറ്റ് ലിവിംഗ് ഹോം എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയിരിക്കും. മേ ബി ലിവിംഗ് ഹോം എന്നുള്ളത് മേ ബി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നുണ്ടാവും, അക്കാഡമിക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ദാറ്റ് വിൽ ബി വൺ തിങ്. അപ്പോൾ ഒരു സിംഗിൾ അഡൽറ്റ് ലിവിംഗ് ഹോം എന്നുള്ള കോൺസെപ്റ്റ്, അതായത് നമ്മുടെ കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ദ പേഴ്സൺ ഇസ് മെച്ചുവർഡ് ഇനഫ് ടു ഗെറ്റ് മാരീഡ്, ഒരു കല്യാണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി ആവുന്ന ഒരു വ്യക്തി. ഓക്കെ, അപ്പം വാട്ട് ഡസ് ദാറ്റ് മീൻസ്, ലൈക്ക് അയാൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറിക്കഴിഞ്ഞു, അയാളുടെ മുന്നേ എക്സിസ്റ്റ് ചെയ്യുന്ന ഫാമിലിയിൽ നിന്ന് മാറി അയാൾ ഇൻഡിവിജ്വൽ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഫാമിലി എന്നുള്ളൊരു സിസ്റ്റം കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. രണ്ടാമത് ഫോമിങ് എ ഫാമിലി ത്രൂ മാരേജ്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് പോയ ഒരാള് ഒരു ഫാമിലി ഉണ്ടാക്കുന്നു. ഓക്കെ, അത് നമ്മുടെ നാട്ടിലെ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് കല്യാണപ്രായമുള്ള ഒരാൾ കല്യാണം കഴിച്ചു ഒരു ന്യൂ ഫാമിലി ഉണ്ടാവുന്നു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഒരു പുതിയ ഫാമിലി ഉണ്ടാവുന്നില്ല. അവിടെ ഉണ്ടാവുന്നത് വേറൊരു വീട്ടിലെ ആളും കൂടി നമ്മുടെ എന്താ പറയുക ജോയിന്റ് ഫാമിലിയിലേക്ക് വരുന്നു. അതായത് നമ്മുടെ മൾട്ടി ജനറേഷണൽ ഫാമിലിയിലേക്ക് ഒരാളും കൂടി വരുന്നു. അതായത് മകൻ കല്യാണം കഴിച്ചിട്ട് മരുമകളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മകള് കല്യാണം കഴിച്ചിട്ട് മരുമകൻ നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറുന്നു എന്നുള്ളത് കോൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, ഫോംസ് എ ഫാമിലി ത്രൂ മാരേജിലൂടെ ഒരു പുതിയ ഫാമിലി ഉണ്ടാവുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ്, അവരുടെ ഇടയിൽ ഇന്ററാക്ഷൻ കൂടുന്നു, അവരുടെ ഇടയിൽ അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടുന്നു. ലേറ്റർ ഓൺ
ഹാവിങ് എ യങ് ചൈൽഡ്. അപ്പം അവർ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. അപ്പം അവരുടെ ഫാമിലി വളരുകയാണ്. അപ്പം ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നു, സിംഗിൾ ചൈൽഡിൽ നിന്ന് ഫാമിലിയായി മാറി, ഫാമിലിയിൽ നിന്ന് അവർക്കൊരു യങ് ചൈൽഡ് ഉണ്ടാവുന്നു. വൈ ആം സീയിങ് ദിസ് ഇസ് ലൈക്ക് ഈ ഓരോ സ്റ്റേജസിലും അവരുടെ ഇന്ററാക്ഷൻ പാറ്റേൺ, അവരുടെ നീഡ്സ്, അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പം വെൻ യു ആർ അസസിങ് എ ഫാമിലി, നമ്മളൊരു ഫാമിലിനെ അസസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഇതിൽ ഏത് സ്റ്റേജിൽ നിൽക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുവാണെങ്കിൽ ഈ ടേക്കിംഗ് കെയർ ഓഫ് ദ ചൈൽഡ്, കുട്ടീനെ നോക്കുക എന്നുള്ളത്. ഇപ്പം ചെറിയ കുട്ടിയെന്ന് വിചാരിക്കുക, ഒരു ടോഡലർ ഏജിലുള്ള കുട്ടിയാന്ന് വിചാരിക്കുക, വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദ ചൈൽഡ്. ഓക്കെ. ഇപ്പം നോർമലി ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും വൈഫ് ചൈൽഡ് റെയറിംഗിന്റെ ഭാഗമായിട്ട് ലീവ് എടുക്കുവാണെങ്കിൽ പോലും മെജോറിറ്റി ഓഫ് ദ ടൈം വൈഫ് ഷുഡ്, അല്ലെങ്കിൽ മദർ ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ്. ഫാദറിന് ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കുറവാണ് നമ്മൾ ഇന്ത്യൻ കോൺടെക്സ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും. ഫാദറിന്റെ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് ഫാദർ പറയും, എനിക്ക് ജോബിന് പോകണം, ക്ഷീണമുണ്ട്, അതുകൊണ്ട് രാത്രി ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ചൈൽഡ് എന്നുള്ളത്. പലപ്പോഴും ഈ ആ ഒരു ഏജിലുള്ള കുട്ടികൾ ചിലപ്പോൾ രാത്രിയിൽ ഉണർന്ന് കരയുന്നുണ്ടായിരിക്കും, രാത്രി ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും. ഓക്കെ. പല പല ഈ ഏജിലുള്ള ആൾക്കാരും പറയാറുണ്ട്, ചിലപ്പം ഈ ടോയ്ലറ്റിൽ പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കുട്ടീനെ അവിടെ കിടത്തിയിട്ട് ടോയ്ലറ്റിൽ പോകാൻ പോലും പലപ്പോഴും പറ്റത്തില്ല, വേറെ ആരും ഇല്ല എങ്കിൽ, ന്യൂക്ലിയർ ഫാമിലി സെറ്റിംഗ് പോലത്തെ സിറ്റുവേഷനാണ്. അപ്പൊ എന്നോട് ഒരു സ്റ്റേയിങ് ഇൻ എ ക്വാർട്ടേഴ്സ്, അവർ രണ്ടാളും വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആ ലേഡി പറഞ്ഞത്, ഈ അടുത്ത ക്വാർട്ടേഴ്സിലുള്ള ഒരു ലേഡി ഉണ്ട്, ആ ലേഡിനെ തൽക്കാലം ഏൽപ്പിച്ചിട്ടായിരിക്കും അവർ ടോയ്ലറ്റിൽ പോവുകയോ കുളിക്കുകയൊക്കെ ചെയ്യുന്ന പറയും. കാരണം ഡേ ടൈമിൽ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട്. ഷി വാസ് ഓൾസോ വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു, തൽക്കാലം അവർ ലീവ് എടുത്തേക്കുക ബിക്കോസ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. അപ്പം അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂ വിൽ ബി ഡിഫറെന്റ് ആക്ച്വലി. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഭയങ്കര ഡിഫറെന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം നമ്മൾ അതും കൺസിഡർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ ഓരോ ലൈഫ് സ്റ്റേജസിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. Okay. പിന്നെ ചൈൽഡ് റീച്ചിങ് അഡോളസെന്റ്. ഇപ്പം അഡോളസെന്റ് ഏജിലുള്ള ചൈൽഡ് ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ദർ ബി ലോട്ട് ഓഫ് ഇഷ്യൂസ് ഇൻസൈഡ് ദ ഫാമിലി ബിക്കോസ് ഓഫ് ദാറ്റ് അഡോളസെന്റ് ചേഞ്ചസ്. അഡോളസെന്റിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ മേ ബി ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കും, ആങ്കർ ഔട്ട്ബേഴ്സ് ഉണ്ടായിരിക്കും, ഈ പിയർ ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കും, പാരന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും ഓഫ് ദ അഡോളസെന്റ്. അല്ലെങ്കിൽ അഡോളസെന്റിന് എക്സ്റ്റേണൽ മെമ്പേഴ്സായിട്ടുള്ള ഇന്ററാക്ഷൻസ് കൂടുതലുണ്ടായിരിക്കും. അതായത് മേ ബി ഹാവിങ് എ ഗേൾ ഫ്രണ്ട് ഓർ ബോയ് ഫ്രണ്ട്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പം ഓൾ ദിസ് വിൽ ബി ഇൻഫ്ലുവൻസ് ഇൻ ദ ഫാമിലി. ഓക്കെ. പണ്ട് ഒരു കേസിന്റെ കാര്യം പറയുവാണെങ്കിൽ, പേരൻസിൽ ഫാദർ ഇസ് എ ഡോക്ടർ, മദർ ഹൗസ് വൈഫാണ്. അവര് വേറെ സ്റ്റേറ്റിൽ നിന്ന്, അത് ഒരു ഡിഫറെന്റ് സ്റ്റേറ്റിൽ ജീവിക്കുക ചെയ്യുന്നത്. അത് ദേ ബിലോങ് ടു സമർ സ്റ്റേറ്റ്, അത് പുതിയൊരു സ്റ്റേറ്റിൽ ജീവിക്കുക ചെയ്യുന്നത്. ഓക്കെ. ഈ ഡോക്ടർ അവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുക ചെയ്യുന്നത്. അപ്പൊ ഈ ഡോക്ടർ ഒരു പർട്ടിക്കുലർ ഏജ് ആയപ്പോൾ, ഈ അഡോളസെന്റ് ഏജ് ആയപ്പോഴത്തേക്ക്, അത് +1 റേഞ്ച് ആയപ്പോഴത്തേക്ക് മദറിനോടും ഫാദറിനോടും പറഞ്ഞു, എനിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനോട് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക ചെയ്യുന്നത്. ഓക്കെ. അപ്പം അപ്പൊ ഫാദറിന് ഭയങ്കര പേടി. കാരണം വേറൊരു സ്റ്റേറ്റ് ആണ്, പുതിയൊരു സ്റ്റേറ്റ് ആണ്, അവരുടെ നേറ്റീവ് പ്ലേസ് അല്ല, വേറെ സ്റ്റേറ്റ് ആണ്. അപ്പം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അല്ലെങ്കിൽ വിടുന്നത് കുഴപ്പമാവോ, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണെന്ന് അറിയത്തില്ല, കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെ രീതിയിൽ. ഓക്കെ. അങ്ങനെ ഒരു ഫാമിലി തെറാപ്പി വന്ന സമയത്ത് ലൈക്ക് എന്തായിരുന്നു അവർക്ക് വേണ്ടതെന്നുള്ളത്, അത് എന്താണ് ആ കുട്ടിക്ക് വേണ്ടതെന്നുള്ളത് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവരുടെ ബോയ് ഫ്രണ്ട്സിനോട് സിനിമയ്ക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാറുണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പം കുട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു മെയിൽ പേഴ്സൺ, അത് ഇയാളുടെ കൂടെ തന്നെ പഠിക്കുന്ന, ഇയാളുടെ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരു ബോയുടെ കൂടെ ഷി ഹാസ് ടു സ്പെൻഡ് സം ടൈം ടുഗദർ, ജസ്റ്റ് ടു ബി ലൈക്ക് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഷി വാണ്ട് ടു എക്സ്പീരിയൻസ് ദാറ്റ്, അതാണ് വേണ്ടത്. ഓക്കെ. അപ്പം ഫൈനലി ഞങ്ങൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടിക്ക് സിനിമയ്ക്ക് പോകണമെങ്കിൽ ഒക്കെ കൊണ്ടുപോകാം ഫാമിലിയുടെ കൂടെ. അതായത് പേരൻസും ആ കുട്ടിയും കൂടെ ഒരുമിച്ച്, ബിക്കോസ് അവര് അഡൽട്ട് ആയിട്ടില്ല, യങ് അഡൽട്ട് ആയിട്ടില്ല, അതുകൊണ്ടായിരുന്നു ഈ അഡോളസെന്റ് രീതിയിൽ ഇങ്ങനൊരു ഡിസിഷനിലേക്ക് എത്തിയത്. അതായത് പേരൻസ്, അതായത് മദറും ഫാദറും പിന്നെ ഈ കുട്ടിയും ഈ ബോയ് ഫ്രണ്ടും ഒരുമിച്ച് സിനിമയ്ക്ക് പോകാന്നുള്ള രീതിയിൽ അവർ എഗ്രി ചെയ്തു അവസാനം. പിന്നെ ഈ ഒരു ഫുഡ് പുറത്ത് കഴിക്കുക എന്നുള്ളതിനെ അത് മാറ്റിയിട്ട് ആ ബോയ് ഫ്രണ്ടിനെ വീട്ടിലേക്ക് വിളിക്കുക, എന്നിട്ട് മദർ അവർക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. ഷി വാസ് ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ബോയ് ഫ്രണ്ടിനോട് കറങ്ങാൻ പോകുന്നുള്ളതല്ല, ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ. ദേ വാണ്ട് ടു സ്പെൻഡ് സം ടൈം ടുഗദർ. ഓക്കെ. അപ്പം ഇങ്ങനൊരു ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഷി വാസ് ഓക്കെ വിത്ത് ദാറ്റ് ആൻഡ് പാരന്റ്സ് ആർ ഓക്കെ വിത്ത് ദാറ്റ്. പേരന്റ്സിന്റെ കാര്യത്തിൽ പേരന്റ്സിന്റെ വറി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ പ്ലേസ്. അപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ എന്ന് സ്വാഭാവികം പേരൻസിന് അഡോളസെന്റ് ഏജിലുള്ള ഗേൾ ആയതുകൊണ്ട് കുറച്ച് ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇത്. ബിക്കോസ് ഓഫ് ദ ഫാമിലി തെറാപ്പി നമ്മൾ ഓരോരുത്തരുടെ നീഡ് ചോദിക്കുമ്പോഴായിരിക്കും ഇത് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. പക്ഷേ
വാട്ട് ഹാപ്പൻസ് പേരൻസ് ഈ നീഡ് ചോദിക്കാറില്ല. അവര് ഇങ്ങനൊരു ഇഷ്യൂ പറയുമ്പോൾ തന്നെ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് മാറും. അവർ അഗ്രഷൻ എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടിയോട് സംസാരിക്കാതിരിക്കും, അവരുടെ ബൗണ്ടറി വയലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഇഷ്യൂസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനത്തെ രീതിയിൽ ഫാമിലി തെറാപ്പിയിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് ഓരോ ഇൻഡിവിജ്വലിനെ വിളിച്ചിട്ട് അവരുടെ നീഡ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫാമിലീസ് വെയർ ലൈക്ക് ചിൽഡ്രൻസ് മൂവ് കുറച്ചുകൂടി ഏജ് കൂടുന്ന സമയത്ത് കുട്ടികൾ മൂവ് ചെയ്യുന്നു. കുട്ടികളുടെ ജോലിക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിനായിട്ടോ ഹോസ്റ്റലിലേക്ക് പോവുക, അല്ലെങ്കിൽ അഗൈൻ മൂവ് ചെയ്യുന്നു. അപ്പം പേരൻസ് കുറച്ചുകൂടി ഏജ് കൂടുതലാവുന്നു. ഇപ്പൊ ഏജിങ്ങിന്റെ അത് മിഡിൽ അഡൽട്ട്ഹുഡിന്റെ ഒക്കെ ആയിട്ടുള്ള കുറെ ശാരീരികമായ മാറ്റങ്ങളും അവരുടെ ജോബ് റിലേറ്റഡ് ചേഞ്ചസും അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ചേഞ്ചസും ഇതെല്ലാം ഒരു ഫാക്ടറായിട്ട് മാറുന്നു. ദെൻ ഫൈനലി റിട്ടയർമെന്റ് ലൈഫ് എത്തുമ്പോഴത്തേക്കും ഇപ്പം കുട്ടികളൊക്കെ വേറെ ആയിരിക്കും, അവർ മാത്രം തനിച്ചാവുന്നു, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് ഡിഫറെന്റ് ആവുന്നു. അപ്പൊ ഇത്തരം ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ഈ ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജസും അറിഞ്ഞിരുന്നാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഫാമിലി തെറാപ്പിയിലേക്ക് ഇൻവോൾവ് ആകാൻ. അപ്പം വൈ? ബിക്കോസ് ഈ ഓരോ സ്റ്റേജസിന്റെ അകത്തും അവരുടെ നീഡ്സ് ഡിഫറെന്റ് ആയിരിക്കും, അവരുടെ ഇമോഷണൽ ആസ്പെക്ട്സ് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അവരുടെ പർപ്പസ് ഓഫ് ലൈഫ് ഡിഫറെന്റ് ആയിരിക്കും. അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് സൈക്കിൾ സ്റ്റേജസ് എന്നുള്ള രീതിയിൽ തന്നെ കാണേണ്ടി വരുന്നത്. ഓക്കെ, സോ ഫാമിലിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു മോഡൽ എന്ന് പറയുന്ന ഇതാണ് ഈ സർക്കംഫ്ലെക്സ് മോഡൽ എന്ന് പറയുന്നത്. ഈ സർക്കംഫ്ലെക്സ് മോഡൽ എന്ന് പറയുന്നത് കുറേ ഫാമിലി തെറാപ്പി മോഡൽസും ഉണ്ട്. എല്ലാ മോഡൽസുകളും ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് നമ്മുടെ ഈ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള തെറാപ്പി മോഡലുകളും ഒരു ബേസിക് മോഡൽ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ സർക്കംഫ്ലെക്സ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒരു മാറ്റൽ തെറാപ്പിയോ അല്ലെങ്കിൽ ഫാമിലി തെറാപ്പിയോ കോൺസെപ്റ്റിനകത്ത് ഒരു റിലേഷണൽ ഡയഗ്നോസിസ്, അതായത് ഈ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന സ്പൗസസ് തമ്മിലോ അല്ലെങ്കിൽ അത് ഈ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡലായിരിക്കും. ഈ മോഡലിനകത്ത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളുള്ള, അതായത് എത്രത്തോളം കൊഹിഷൻ ഉണ്ട്, അത് എത്രത്തോളം രണ്ട് വ്യക്തികൾ തമ്മിൽ എത്രത്തോളം അടുപ്പം ഉണ്ടാവുന്നത്, കൊഹിഷൻ ഉണ്ടാവുന്നുണ്ട്, എത്രത്തോളം അവർ ഫ്ലെക്സിബിൾ ആണ്, ചേഞ്ചസിന് എത്രത്തോളം അവർ തയ്യാറാണ്, അത് ലൈഫിന് വന്ന സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആവാൻ മാറുന്നുണ്ടോ, പറ്റുന്നുണ്ടോ ഇല്ലയോ. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബോത്ത് പാർട്ട്നേഴ്സ് ആർ വർക്കിംഗ്, ഒരു പാർട്ട്ണർക്ക് ട്രാൻസ്ഫർ ആയി. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ആ ട്രാൻസ്ഫർ ആവുന്ന പേഴ്സൺ ദൂരെ പോകേണ്ടതായിട്ട് വരും. അപ്പം ഹിൽ നോട്ട് ബി ഏബിൾ ടു കം ടു ദ ഫാമിലി ഡെയിലി. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും വരുന്നുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഫാമിലിയുടെ ഇന്ററാക്ഷൻ പാറ്റേൺ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവോ ഇല്ലയോ. ഇത്ര നാള് ഇപ്പം ബോത്ത് പാർട്ട്നേഴ്സ് ആ വർക്കിംഗ് ആയിരുന്ന സമയത്ത് ഇപ്പം മെയിൽ പാർട്ട്ണർ ജോബ് കഴിഞ്ഞിട്ട് ഫീമെയിൽ പാർട്ട്ണറെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് കുട്ടികൾ രണ്ടാളും വരുന്നു. അപ്പം ഞാൻ കണ്ടുന്ന ഒരു തെറാപ്പി ചെയ്ത ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് വൈഫും ബോത്ത് വർക്കിംഗ്. ഹസ്ബൻഡിന് ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ ഇട്ട്, ഒരു ആൾ ഗവൺമെന്റ് സർവീസ് വർക്ക്, അവനൊരു പ്രൊമോഷൻ ട്രാൻസ്ഫർ ഇട്ട്. വൈഫ് ആൾസോ വർക്കിംഗ് ദ സെയിം ഡിസ്ട്രിക്ട്. വൈഫിന് പ്രൊമോഷൻ അല്ല, സെയിം ഡിസ്ട്രിക്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫിന് പ്രൊമോഷൻ ഉണ്ടായാലും സെയിം ഡിസ്ട്രിക്ട് തന്നെ, പക്ഷെ ഹസ്ബൻഡിന് പ്രൊമോഷൻ ട്രാൻസ്ഫർ കിട്ടുമ്പോഴത്തേക്ക് അത് അടുത്ത വേറൊരു ഡിസ്ട്രിക്റ്റിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അതൊരു 200 കിലോമീറ്റേഴ്സോ 150 കിലോമീറ്റേഴ്സ് അപ്പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ആൾക്ക് എല്ലാ ദിവസവും വരാൻ പറ്റില്ല, ആൾക്ക് ആഴ്ചയിൽ ഒരിക്കലും ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ രീതിയിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിന് മുന്നേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോബ് കഴിഞ്ഞ് വരുന്നു, വൈഫിനെ പിക്ക് ചെയ്യുന്നു, അവർ വീട്ടിൽ വരുന്നു, അവര് ഷോപ്പിംഗ് ചെയ്യുന്നു, അവർ വീട്ടിൽ വരുന്നു, കുട്ടികൾ സ്കൂളും കോളേജും കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തുന്നു. ഇന്ററാക്ഷൻ പാറ്റേൺ വാസ് ഗുഡ് ആക്ച്വലി. അപ്പം ഇപ്പൊ ഹസ്ബൻഡ് പോയി, വൈഫിനാണെങ്കിൽ കാർ ഓടിക്കാറില്ല, വൈഫിന് സ്കൂട്ടർ ഓടിക്കാനേ അറിയത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ വൈഫിന് അത് ഫീമെയിൽ പാർട്ട്ണർ ഈ കുട്ടികളുടെ കാര്യം നോക്കുകയും വേണം, ഈ വീട്ടിലുള്ള എന്താ പറയുക ഗ്രോസറീസ് വാങ്ങുകയും വേണം, എല്ലാം ഒറ്റയ്ക്ക് സാധിക്കുന്നുണ്ടോ. അത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ സാധിക്കും, ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഈ കൊഹിഷൻ, കമ്മ്യൂണിക്കേഷൻ, ഫ്ലെക്സിബിലിറ്റി വിൽ ബി ദ 3 dimension വേർ ദ ഈ റിലേഷൻഷിപ്പ് ഡയഗ്നോസിസ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാനിപ്പം ഈ ഇത് എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പം കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. കൊഹിഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ബോണ്ടിങ് ബിറ്റ്വീൻ ദ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇമോഷണൽ ബോണ്ടിങ്, ബൗണ്ടറീസ്, കോറിലേഷൻ, ടൈംസ്, സ്പേസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ കൊഹിഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് വ്യക്തികൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ട്രഡീഷണൽ ഫാമിലി സെറ്റിംഗിൽ പറയുകയാണെങ്കിൽ, ഒരു അറേഞ്ച്ഡ് ഫാമിലി സെറ്റിംഗ് പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് കുറെ വർഷങ്ങൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഞാൻ റീസെന്റ് കണ്ടിരുന്ന ഒരു ഫാമിലി, ആ ഫാമിലിയിൽ
ഒരാൾ വർക്കിംഗ്, ഒരാൾ ഹൈ പ്രൊഫൈലാണ്. ഹൈ പ്രൊഫൈൽ ഇൻ ദ സെൻസ് അയാളുടെ എഡ്യൂക്കേഷൻ വൈസ് ഹൈ പ്രൊഫൈലാണ്, അയാളുടെ ജോബ് വൈസ് ഹൈ പ്രൊഫൈലാണ്, അയാൾ ഒരു ഒരു റിസർച്ച് ഗൈഡൊക്കെയാണ്, അയാളൊരു ഒരു ഓൾമോസ്റ്റ് ലൈക്ക് എ സയന്റിസ്റ്റ്, ഒരു സയന്റിസ്റ്റിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ആളുടെ പാർട്ണർ എന്ന് പറയുന്നത് ഷീസ് ഓൾസോ എഡ്യൂക്കേറ്റഡ്, ബട്ട് ആൾക്ക് ജോബിന് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു ബിക്കോസ് ഓഫ് സെവർ അതർ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇവര് വീട്ടില് രണ്ട് കുട്ടികളാണ് ഉള്ളത്, രണ്ട് ബോയ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഈ മെയിൽ പാർട്ണറുടെ മദർ ഇവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മെയിൽ പാർട്ണറുടെ മദറിന് അൽഷിമസ് ഡിസീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഫീമെയിൽ പാർട്ണർ ജോബിന് പോകാതായി ഇൻവോൾവ് ആയിരുന്നു. ഈ കുറെ വർഷം കഴിഞ്ഞു, ഇപ്പൊ രണ്ട് കുട്ടികളായതിനു ശേഷം വാട്ട് ഹാപ്പൻ ഈസ് ലൈക്ക് ഇവര് തമ്മിൽ ഡിസ്റ്റന്റ് ചെയ്യാൻ പറ്റും. ഡിസ്റ്റന്റ് ചെയ്യാൻ തുടങ്ങിയതിന്റെ കാരണം വെച്ചാൽ ഒരാളുടെ ജോബ് വേറെ സ്റ്റേറ്റിലായി മാറി. അയാളുടെ ഈ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അയാൾ ഭയങ്കര കരിയർ ഓറിയന്റഡ് ആളാണ്. അപ്പൊ വേറെ ഇതായി മാറി. ഇപ്പൊ രണ്ടുപേരും രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസസിലായിട്ട് മാറി. അപ്പം ഇവര് തമ്മിൽ ഇടയ്ക്ക് ഫോൺ ചെയ്യും, സംസാരിക്കുമ്പോഴേക്ക് as usual, അതായത് വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുന്നു, അമ്മയുടെ കാര്യം ചോദിക്കുന്നു, കുട്ടികളുടെ കാര്യം ചോദിക്കുന്നു, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവര് തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലാതായി മാറുക ചെയ്തത്. ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാതായി മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. ദാറ്റ് ഫീമെയിൽ പാർട്ണർ ഹാഡ് എക്സ്ട്രാ മാരിറ്റൽ അഫയർ, വേറൊരാളായിട്ട് അഫയർ ഉണ്ടായി. അപ്പം പിന്നീട് വാട്ട് ഹാപ്പൻ ഇസ് ലൈക്ക് ഇവർക്ക് ഇമോഷണൽ ബോണ്ടിങ്ങേ ഇല്ല. അവര് ബട്ട് ദേ ആർ സ്റ്റിൽ ലിവിങ് ടുഗദർ. അവര് ജീവിക്കുകയാണ്, ഹസ്ബൻഡ് വൈഫിനെ പോലെ ജീവിക്കുകയാണ്, കുട്ടികൾ വലുതായി. പക്ഷെ അവർക്ക് ഇമോഷണൽ അവരെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ അവർ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ജീവിക്കുന്നില്ല പറയുക. കാരണം അതിൻ്റെ അകത്ത് വേറെ കുറെ ഫിനാൻഷ്യൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ജീവിക്കുന്നത്. എനിക്ക് കംപ്ലീറ്റ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം ഇമോഷണൽ ബോണ്ട് എന്നുള്ളൊരു ഫാക്ടർ അവിടെ ഇല്ലാത്തതല്ല. അതിൻ്റെ അകത്ത് ഈ ടൈമും സ്പേസും ഒക്കെ ഒരു ഫാക്ടറാണ്. കാരണം ഈ ഹസ്ബൻഡ് എന്ന് അല്ലെങ്കിൽ മെയിൽ പാർട്ണർ എന്ന ആളും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആകും. ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഈ ഫീമെയിൽ പാർട്ണർ എന്ന് പറയുന്നത് അവർ ഈ മദറിനെ ടേക്ക് കെയർ ചെയ്യണല്ലോ. മദർ റീസെന്റ് ഒരു 1 ഇയർ മുന്നേ മരിച്ചുപോയി. അപ്പം അവര് വേറെ സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. അതായത് അവരിങ്ങനെ ഈ ഡാൻസ് അല്ലെങ്കിൽ ഡ്രോയിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി. അപ്പൊ അതിന്റെ ഗ്രൂപ്പുകളിലേക്ക് പോവാ, മീൻസ് അങ്ങനെ ഇപ്പൊ ഈ എക്സസൈസ് പോലത്തുള്ള എക്സസൈസുകളുടെ ഗ്രൂപ്പുണ്ട്. അപ്പൊ അതിലേക്ക് മിങ്കിൾ ചെയ്യുക. അപ്പം വൈകുന്നേരത്തൊക്കെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് അവര് അങ്ങനത്തെ പ്രോഗ്രാമിന് പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവര് തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഒന്നുമില്ല, പക്ഷെ ദേ ആർ സ്റ്റേയിങ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇൻ എ ഫാമിലി. അപ്പം ഈ കോഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. കോഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ചില ഫാമിലി മെമ്പേഴ്സ് ഭയങ്കര സംഘർഷമായിട്ട് വരാറുണ്ടോ. പക്ഷെ നമ്മൾ അവരുടെ ഒരു ഇൻട്രാക്ഷൻ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അണ്ടർലൈങ് ആയിട്ട് അവർക്ക് ഒരു കോഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ കോഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. Excuse me, sir. യെസ്, Sir, sorry for interrupting. Sir, വോളിയം കുറച്ചും കൂടെ ഒന്ന് റേസ് ചെയ്യാമോ? സൗണ്ട് ഇച്ചിരി കുറവാന്ന് നമുക്ക് ചാറ്റ് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പൊ ഈ കോഷൻ എന്ന് കുറച്ചും കൂടെ ഒന്ന് പറയുമ്പോഴത്തേക്ക് റേസ് ചെയ്യാം ഇപ്പൊ ഓക്കെ ആണോ? കോഷൻ എന്ന് ഓക്കെ സർ, പറയുമ്പോഴത്തേക്ക് ഓക്കെ. കോഷൻ വെച്ചിട്ട് നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെവൽ ഓഫ് കോഷൻസ് ഉണ്ടാകുന്നു. അതിന് പറഞ്ഞ ഡിസ്എൻഗേജ്ഡ്, സെപ്പറേറ്റഡ്, കണക്റ്റഡ് ആൻഡ് എൻമെഷ്. ഓക്കെ, എൻമെഷ് എന്ന് വെച്ചാൽ ഭയങ്കര അടുപ്പ്, രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കര അടുപ്പം ഉണ്ടാവുന്നത്. ഡിസ്എൻഗേജ് വെച്ചാൽ തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഡിസ്എൻഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഈ കോഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട്, അത് ഫാമിലിയുടെ ഉള്ളില് ഞാൻ അല്ലെങ്കിൽ നമ്മൾ, ഐ ആണോ വി ആണോ, നമ്മൾ എന്ന രീതിയിലാണോ കാണുന്നത്, അതോ രണ്ട് വ്യക്തികൾ, രണ്ട് ഐകളാണ്, ഞാനും എന്റെ പാർട്ണർ എന്ന രീതിയിലാണോ, ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ എപ്പോഴും ഒന്നാണ്, എപ്പോഴും ഞങ്ങൾക്ക് വേർപിരിയാൻ പറ്റാത്ത രീതിയിൽ ഒന്നാണെന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അതാണ് ഒരു ഫാക്ടർ ഫോർ ലൈക്ക് അസസ്മെന്റ് ഓഫ് ഈ കോഹിഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് എത്രത്തോളം ക്ലോസസ് ഉണ്ട്, അവരുടെ തമ്മിൽ എത്രത്തോളം ഒരു ക്ലോസസ് ഉണ്ട്, ഇമോഷണൽ ക്ലോസസ് ഉണ്ട്, വൈകാരികമായ അടുപ്പം അവർ തമ്മിലുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് ലൈക്ക് സെക്ച്വൽ റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ. എല്ലാ തരത്തിലും അവർ ക്ലോസ് ആണോ ഇല്ലയോ, ഓക്കെ, അവർ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. മൂന്നാമത്തത് ലോയൽറ്റി, അവർക്ക് തമ്മിൽ പരസ്പരം വിശ്വാസ്യത എത്രത്തോളം ഉണ്ട്. അതിപ്പം ഇപ്പൊ ഒരു മെയിൽ പാർട്ണറോ ഫീമെയിൽ പാർട്ണറോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് സംശയം തോന്നുന്നു, ഇയാൾ എങ്ങോട്ടാ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് പോകുന്നത്, ഇയാളിപ്പോ വേറെ എന്തെങ്കിലും റിലേഷനിലേക്ക് പോകാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ രീതിയിൽ ഉണ്ടോ, അതോ ലോയൽറ്റി ഉണ്ടോ, പരസ്പരം മനസ്സിന്റെ ഉള്ളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാവുന്നുണ്ടോ. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ആണോ ഡിപ്പെൻഡൻസ് ആണോ. അത് വ്യക്തികൾ എന്ന രീതിയിൽ ഇവർ ഇൻഡിപെൻഡന്റ് ആണ്, അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണോ, അതോ അവർ ഡിപ്പെൻഡന്റ് ആണോ, എന്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്റെ ഹസ്ബൻഡ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഹസ്ബൻഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് വൈഫ് വേണം എന്ന രീതിയിൽ ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത്
വെച്ചിട്ടാണ് നമ്മൾ കൊഹഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നമ്മൾ ഈ സർക്കംപ്ലക്സ് മോഡൽ അനുസരിച്ചിട്ട് ഫാമിലി തെറാപ്പിയിലേക്ക് ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ കൊഹഷൻ എത്രത്തോളം എന്നുള്ളത് അസസ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. ഓക്കെ, അപ്പം ഈ കൊഹഷൻ വെച്ചിട്ട് ഈ ഹൈ കൊഹഷൻ ആയാലും ലോ കൊഹഷൻ ആയാലും അത് റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ലോ കൊഹഷൻ ആണെങ്കിൽ ആ ഫാമിലി ഭയങ്കര ഡിസ്എൻഗേജ്ഡ് ആയിരിക്കും, അവർ തമ്മിൽ വലിയ കണക്ഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടാവത്തില്ല. ഹൈ ആയിട്ടുള്ള കൊഹഷൻ ആണെങ്കിലും അവർ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും, അവർക്ക് വേർപിരിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് ഇമോഷണൽ ഇഷ്യൂ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള ഫാക്ടേഴ്സ് ഒക്കെ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ മിഡിലുള്ള കൊഹഷൻ മിഡിലുള്ള അതിനെ നമ്മൾ പറയുന്നത് സെപ്പറേറ്റഡ് ഓർ കണക്റ്റഡ് എന്ന് പറയുന്ന 2 ഗ്രൂപ്പ് ഉണ്ട്. അത് ഹൈലി ലോ ആണെങ്കിൽ അതിന് ഡിസ്എൻഗേജ് എന്നുള്ളതും ഹൈലി കൊഹഷൻ ഉണ്ടെങ്കിൽ എൻമെഷ് എന്ന് പറയും. ഇത് രണ്ടും അല്ല, സെപ്പറേറ്റഡ് ആൻഡ് കണക്റ്റഡ് എന്ന് പറയുന്ന ഫാമിലീസ് ആയിരിക്കും ദർ കൺസിഡർ ടു ബി ബാലൻസ്ഡ് ഫാമിലി. അപ്പം ദർ സെപ്പറേറ്റഡ്, അത് വേണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റഡ് ആവാൻ പറ്റും. സെപ്പറേറ്റ് മീൻസ് അവർക്ക് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ വേണമെങ്കിൽ അവർക്ക് കണക്റ്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനത്തെ ഫാമിലികളിലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആവുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ കോഷൻ പോലെ തന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം ചേഞ്ച് ഉണ്ട്, അത് റോൾസ്, അവരുടെ റോളുകൾ, അവരിപ്പം ഈ മെയിൽ പാർട്ണർ ഫീമെയിൽ പാർട്ണർ രീതിയിൽ വ്യക്തികൾ ചെയ്യുന്ന റോൾസിൽ എത്രത്തോളം ചേഞ്ചസ് വെക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റൂൾസിൽ എത്രത്തോളം മാറ്റം വരുന്നത്. അതായത് റിലേഷൻഷിപ്പിൽ അത് ഒരു ജോബ് ആര് ചെയ്യണം, മറ്റേ ജോബ് ആര് ചെയ്യണം, അല്ലെങ്കിൽ പവർ എന്നുള്ള കോൺസെപ്റ്റ്, പവർ അത് അധികാരം എന്നുള്ള കോൺസെപ്റ്റിൽ എത്രത്തോളം ചേഞ്ചസ് വരാൻ പറ്റും എന്നുള്ളതൊക്കെ വെച്ചിട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നുണ്ടാവും. അതായത് എത്രത്തോളം ചേഞ്ച്, അത് ചേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റുമെന്നുള്ളത്. ഓക്കെ, അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, ഈ പലപ്പോഴും നമ്മൾ ഈ ഹ്യൂമൻ ഇന്ററാക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എപ്പോഴും ഒരു പവർ ഗെയിം എല്ലാ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ 2 ഫ്രണ്ട്സിനെ എടുക്കാന്ന് വിചാരിക്കാം. ഈ 2 ഫ്രണ്ട്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരാളായിരിക്കും ചില സമയത്ത് പവർഫുൾ ആവുന്നത്. ഓക്കെ, അപ്പൊ ആ ആള് പറയുന്നത് മറ്റേ ആള് അനുസരിക്കുന്നത്, മറ്റേ ഒരാളൊരു ലീഡറും മറ്റേ സബോർഡിനേറ്റ് ആയിട്ട് മാറും. ചില സമയത്ത് തിരിച്ചു ആവും, അതായത് മറ്റേ ആൾ ലീഡർ ആവും, ഇയാൾ സബോർഡിനേറ്റ് ആവും. അപ്പൊ യൂഷ്വലി ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഈ പവർ ബാലൻസ് കറക്റ്റ് ആവുന്നപ്പോഴാണ്. അതായത് ഇപ്പം രണ്ടുപേര് ഭയങ്കര ക്ലോസ് ആണെങ്കിൽ ഒരാൾ പവർ എടുക്കുമ്പോൾ മറ്റേ സബോർഡിനേറ്റ് ആവുകയും ഇയാൾ പവർ എടുക്കുമ്പോൾ മറ്റേ സബോർഡിനേറ്റ് ആവുകയും ചെയ്യുവാണെങ്കിൽ ആ ഫാമിലിയിൽ ആ പവർ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ആ പവർ ഗെയിം കറക്റ്റ് ആയിട്ട് പോകും. അതേപോലെ തന്നെ ഫാമിലിയുടെ ഉള്ളിൽ ഇപ്പം മെയിൽ പാർട്ണർ ഫീമെയിൽ പാർട്ണർ അല്ലെങ്കിൽ സിബ്ലിങ്സ് അല്ലെങ്കിൽ കുട്ടികൾ എല്ലാം തമ്മിൽ ഈ പവർ ആസ്പെക്ട് ഉണ്ടായിരിക്കും. അപ്പൊ ആ പവർ ആസ്പെക്ട്സ് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് ഫാമിലി ആക്ച്വലി. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം മെയിൽ പാർട്ണർ ആണോ പവർഫുൾ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ണർ ആണോ പവർഫുൾ, അത് രണ്ടാളും ഈക്വലി പവർഫുൾ ആണോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അപ്പൊ ഓക്കെ, അപ്പം ഈ പവർഫുൾ എന്നുള്ള രണ്ടാളും ഈക്വലി പവർഫുൾ എന്നുള്ള കോൺസെപ്റ്റ് ആക്ച്വലി ഡിഫിക്കൽട്ട് ആണ്. വൈ? ബിക്കോസ് ഒരേ കാര്യത്തിൽ രണ്ടാൾക്കാർക്ക് പവർഫുൾ ആവാൻ പറ്റത്തില്ല. ഒരേ കാര്യത്തിൽ രണ്ടാൾക്കാർ പവർഫുൾ ആയി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ദെർ വിൽ ബി കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കാർ മേടിക്കണമെന്ന് തീരുമാനിക്കുന്നു, ഹസ്ബൻഡ് വൈഫിനോട് തീരുമാനിക്കും, മെയിൽ പാർട്ണർ ഫീമെയിൽ പാർട്ണറോട് തീരുമാനിക്കുന്നു. ഓക്കെ, ഹസ്ബൻഡ് പറയുന്നു, അപ്പൊ അവരുടെ ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്തു, ഒരു 20 lakhs rupees എന്നുള്ളത്. ഹസ്ബൻഡ് പറയുന്നു ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് കാർ വാങ്ങണം. ഓക്കെ, വൈഫ് പറയുന്നു എനിക്ക് ആ ബ്രാൻഡ് വേണ്ട, വേറെ ബ്രാൻഡ് വാങ്ങണം എന്ന് പറയുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻസ്? അപ്പം അവരുടെ ബഡ്ജറ്റ് തന്നെ ഒരു കാർ വാങ്ങാനുള്ള ബഡ്ജറ്റേ ഉള്ളൂ, ഹസ്ബൻഡ് ഒരു ബ്രാൻഡും മറ്റാൾ വേറെ ബ്രാൻഡും പറയുന്നു. വാട്ട് ഹാപ്പൻസ്? രണ്ടാളും ഈക്വലി പവർഫുൾ ആയിട്ട് തന്നെ നിൽക്കുക ചെയ്യുന്നത്. ദേ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദ പവർ ഓഫ് അതർ പേഴ്സൺ. വാട്ട് ഹാപ്പൻസ്? ദർ വിൽ ബി ലോട്ട് ഓഫ് കോൺഫ്ലിക്റ്റ്. അങ്ങനെയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി മാറും. ഇനി രണ്ടാളും തീരുമാനം എടുക്കാത്ത ആൾക്കാരാണെങ്കിലും എഗൈൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും. രണ്ടാൾക്കാർ ഒരു സബോർഡിനേറ്റ് ആയിട്ട് ജീവിക്കുന്നതായിരിക്കാം. ഇപ്പം ഹസ്ബൻഡ് പറയുന്നത്, മെയിൽ പാർട്ണർ പറയുന്നു നീ ഡിസൈഡ് ചെയ്യുന്നു പറയുന്നു, ഫീമെയിൽ പാർട്ണർ പറയുന്നു നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ദർ വിൽ ബി ഇഷ്യൂസ്. അപ്പം എപ്പോഴും ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻ പവർ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമായിരിക്കും റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ സാധ്യതയുള്ളത്. അപ്പം ബേസ്ഡ് ഓൺ ഫ്ലെക്സിബിലിറ്റി നമുക്ക് 4 ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ലൈക്ക് റിജിഡ്, സ്ട്രക്ചേർഡ്, ഫ്ലെക്സിബിൾ ആൻഡ് കയോട്ടിക്. ഓക്കെ, ഈ റിജിഡ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി തീരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും. കയോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഭയങ്കര കൂടിയ ആൾക്കാർ, ആൾക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും. ഇൻ ബിറ്റ്വീനിൽ സ്ട്രക്ചേർഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ലോ ടു മോഡറേറ്റ്, മോഡറേറ്റ് ടു ഹൈ എന്ന് പറയുന്നത്. അപ്പം എഗെയിൻ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യത്തിന്റെ അകത്തും ഈ നടുക്കുള്ള 2 കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ ലീഡർഷിപ്പ്, റോൾസ്, ചേഞ്ചസ് ആൻഡ് ഡിസിപ്ലിൻ, ഈ 4 കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ലീഡർഷിപ്പ് ആരെടുക്കുന്നു,
ആരെ എന്ത് റോളാണ് എടുക്കുന്നത്, അത് ബോത്ത് പാർട്ട്നേഴ്സിനകത്ത് എന്തൊക്കെ റോളുകൾ ഓരോരുത്തരും എടുക്കുന്നുണ്ട്, ചേഞ്ചസ് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം രണ്ടാളെ ഇൻവോൾവ് ആവുന്നുണ്ട്, ഫാമിലിയുടെ ഉള്ളിൽ ഡിസിപ്ലിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ ഫാമിലി തെറാപ്പിയുടെ ഭാഗമായിട്ട് ഈ കാര്യം കൂടി അസസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞ ലീഡർഷിപ്പ് റോളും ചേഞ്ചസും ഡിസിപ്ലിനും നമ്മളിപ്പം പലപ്പോഴും തെറാപ്പിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ചില ആൾക്കാർ ഭയങ്കര ഡോമിനന്റ് ആയിട്ട് റോൾ എടുക്കാൻ സാധ്യതയുണ്ട് ഫാമിലി തെറാപ്പിയിലും. ചില സമയത്ത് കാണുന്ന വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഫാമിലി തെറാപ്പിയിൽ അസസ്മെന്റ് ഭാഗമായിട്ട് ആരെങ്കിലും ഒരാളൊക്കെ നമ്മൾ ആദ്യം വരുന്നുണ്ടാകും. ഓക്കെ, അവര് നമ്മളോട് പറയുന്ന സ്റ്റോറീസ് എല്ലാം അവർക്ക് അനുകൂലമായ രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, സെക്കൻഡ് പാർട്ട്ണർ വരുമ്പോഴത്തേക്ക് അയാൾക്ക് അനുകൂലമായ രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബീങ് എ ഫാമിലി തെറാപ്പിസ്റ്റ് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇപ്പം മെയിൽ പാർട്ട്ണർ പറയുന്നതാണോ ശരി, ഫീമെയിൽ പാർട്ട്ണർ പറയുന്നതാണോ ശരി, ഓക്കെ എന്ന രീതിയിൽ. ഓക്കെ, ചിലപ്പം ഫീമെയിൽ പാർട്ട്ണർ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിമ്പതി തോന്നിയിട്ട് ചിലപ്പം ഫീമെയിൽ പാർട്ട്ണർ പറയുന്നത് ശരിയായിട്ട് തോന്നും. അല്ലെങ്കിൽ മെയിൽ പാർട്ട്ണർ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും മെയിൽ പാർട്ട്ണർ ഭാഗത്ത് സിമ്പതി തോന്നിയിട്ട് നമുക്ക് അയാളെ പറഞ്ഞത് ശരിയെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പം നെവർ ലൈക്ക് എപ്പോഴും ഫാമിലി തെറാപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, നമ്മളൊരു ഫാമിലി സിസ്റ്റത്തിനെ കാണുന്നത്, അല്ലാതെ ഇൻഡിവിജ്വലല്ല കാണുന്നത്. അത് മെയിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ നമ്മൾ ചെയ്യുന്നത് ഫാമിലി എന്നുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അല്ലാതെ ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ട് ബാക്കിയുള്ളതിനെ മാറ്റുമല്ല. ഓക്കെ, അത് ഈ തെറാപ്പിയിൽ എത്തുന്ന ഈ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് നമ്മളെ അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ടെൻഡൻസി ഉണ്ടാക്കും. അതിന് പറയുന്ന ട്രയാങ്കുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അതേ രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇത്രയും ഓക്കെ ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ട് ഹൈയും ലോയും ആയിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പം സ്ട്രക്ചറും ഫ്ലെക്സിബിലിറ്റി എന്നുള്ള രണ്ട് മിഡിൽ പോർഷൻസ് ആണെങ്കിൽ മാത്രമായിരിക്കും ഫാമിലീസ് ബാലൻസ് ആയിട്ട് പോകുന്നുണ്ടാവാം. അപ്പം നമ്മൾ തെറാപ്പിയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരു നിമിഷം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ ദിസ് കോൺസെപ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയും കോഷനും വെച്ചിട്ട് നമുക്ക് ഫാമിലീസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 16 ഡിഫറെന്റ് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ അകത്ത് ആ നടുക്ക് കാണുന്നില്ലേ, ആ ഒരു മജന്ത കളറിൽ കാണുന്നില്ലേ, റോസ് പോലത്തെ കളർ കാണുന്നില്ലേ, അങ്ങനത്തെ ഫാമിലീസ് ആയിരിക്കും ഒരു ബാലൻസ്ഡ് ഫാമിലീസ് വന്നത്. അത് ഫ്ലെക്സിബിളി സെപ്പറേറ്റഡ്, ഫ്ലെക്സിബിളി കണക്റ്റഡ്, സ്ട്രക്ചറലി സെപ്പറേറ്റഡ്, സ്ട്രക്ചറലി കണക്റ്റഡ് എന്ന് പറയുന്ന 4 ഫാമിലീസ് ആയിരിക്കും ഏറ്റവും ബാലൻസ്ഡ് ആയുള്ള ഫാമിലീസ് എന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിൽ തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഈ കോൺസെപ്റ്റുള്ളവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഈ കോൺസെപ്റ്റ് അതായത് എത്രത്തോളം ലീഡർഷിപ്പ് ഷെയർ ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും ആ തെറാപ്പി പ്രോസസ്സ് പോകുന്നുണ്ടാവുക. ഇങ്ങനത്തെ ഒരു പ്രോസസ്സിലേക്ക് ആ തെറാപ്പി പ്രോസസ്സ് പോകണമെങ്കിൽ another important factor will be communication. And the third dimension എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ സർക്കംപ്ലക്സ് മോഡലിന്റെ തേർഡ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയും കോഹിഷനും അല്ലാതെ തേർഡ് ഡയമെൻഷൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റിയും കോഹിഷനും കറക്റ്റ് ആയിട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം ബീങ് പാർട്ട് ഓഫ് തെറാപ്പി നമ്മൾ ഈ ഒരു ഡയമെൻഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലിസണിങ് സ്കിൽസ് വേണം, സ്പീക്കിംഗ് സ്കിൽസ് വേണം, സെൽഫ് ഡിസ്ക്ലോഷർ, എത്രത്തോളം കാര്യങ്ങൾ പറയാം, അത് ഹസ്ബൻഡിന്റെ ഫീലിംഗ്സ് എത്രത്തോളം പറയാം, വൈഫിന്റെ ഫീലിംഗ്സ് എത്രത്തോളം പറയാം. ദർ ഷുഡ് ബി ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അവർ എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇപ്പം ഹസ്ബൻഡ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വേറെ ആയിരിക്കും, വൈഫ് ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ആയിരിക്കും. അപ്പം അതിനകത്തൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ഉദ്ദേശിക്കുന്ന കാര്യം വേറെ ആയിരിക്കും. അതിനകത്തൊരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കണം.
ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ട്രാക്കിംഗ്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ ഒരു എന്താ പറയാ, ഈ ഒരു ഡോക്ടർ ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ലേ, വേറെ സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിൽ വന്ന് വർക്ക് ചെയ്ത്, അപ്പൊ അവരുടെ കുട്ടി ഒരു ബോയ് ഫ്രണ്ടിനോട് പോകണമെന്ന് പറഞ്ഞൊരു ഇതില്ലേ, അതിൻ്റെ അകത്ത് കുട്ടി എന്താ ഉദ്ദേശിക്കുന്നുള്ളത് ബോത്ത് പേരൻസ് ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. കുട്ടി ഉദ്ദേശിക്കുന്നത് പേരൻസ് കുട്ടിക്ക് കുട്ടിയുടെ ബോയ് ഫ്രണ്ടുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ബീങ് ആൻ അഡോളസന്റ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയുള്ള മാർഗമാണ് അവർക്ക് എന്താ പറയാ സിനിമ തിയേറ്ററിൽ പോകാന്നുള്ളതും അവർക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ക്ലാരിറ്റി പേരൻസ് വന്നപ്പോഴത്തേക്ക് ദ ഇഷ്യൂ വാസ് സോൾവ്. പേരൻസ് വിചാരിക്കുന്നത് എന്താ, ഓക്കെ ഈ കുട്ടി എന്താ പറയാ വഴിതെറ്റി, നമ്മള് സോക്കോൾഡ് ലാംഗ്വേജ് പറഞ്ഞാൽ വഴിതെറ്റി പോവാണ്, അല്ലെങ്കിൽ വേറെ ഒരു ആ കുട്ടിനെ ചതിക്കുകയാണ് എന്നൊക്കെ രീതിയിലാണ് തിങ്ക് ചെയ്യുന്നുണ്ടത്. അപ്പം അവിടെ ക്ലാരിറ്റി വന്നപ്പോഴത്തേക്ക്, നമ്മൾ തെറാപ്പിയുടെ ഭാഗമായിട്ട് അവിടെ ക്ലാരിറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഡിഫറൻസ് വന്നു. വാട്ട് ഹാപ്പൻസ് ലൈക്ക് കുട്ടി ഇപ്പം ഈ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ ആസ്പെക്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് മദർ അത് ഫാദറിനോട് പറയും, ഫാദർ കുട്ടിയോട് മിണ്ടാതാവും, അപ്പൊ ആ കോൺഫ്ലിക്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇങ്ങനെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പം ഈ തെറാപ്പി പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുകയും ഈ ബോത്ത് ഫാദറും ഈ കുട്ടിയുടെ സംസാരം തുടങ്ങി, അത് അവർ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവും ചെയ്തപ്പോഴത്തേക്ക് ഇഷ്യൂസ് ഹാസ് ബീൻ സോൾവ്. പിന്നെ നമുക്ക് അപ്പം ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ട്. അപ്പം സെൽഫ് ഡിസ്ക്ലോഷർ, ക്ലാരിറ്റി, കണ്ടിന്യൂറ്റി ട്രാക്കിംഗ്, അത് ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അതിനകത്ത് എവിടെയെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടോ. ഓക്കെ, പലപ്പോഴും കണ്ടിന്യൂറ്റി ട്രാക്കിംഗ് ഇല്ലെങ്കിൽ തന്നെ ചിലപ്പം മിസ്കമ്മ്യൂണിക്കേഷൻ ആയി മാറാൻ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ലേ, മറ്റേയാൾ അത് ഞാൻ വിചാരിച്ചു അയാൾക്ക് അത് അറിയാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയത്തില്ല ആൾക്കാർ. അങ്ങനത്തെ ഉണ്ടാവാതെ നോക്കുക. അത് കണ്ടിന്യൂറ്റി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ മറ്റേ ട്രാക്ക് ചെയ്യാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ സമയത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ റെസ്പെക്ട് ആൻഡ് റിഗാർഡ്. അപ്പൊ കമ്മ്യൂണിക്കേഷനകത്ത് അനദർ ഇമ്പോർട്ടന്റ് ആയിരിക്കും ആസ്പെക്ട് ആയിരിക്കും റെസ്പെക്ട് ആൻഡ് റിഗാർഡ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു തെറാപ്പി പ്രോസസ്സോ അല്ലെങ്കിൽ ഫാമിലി എന്ന രീതിയിൽ രണ്ടാൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാളെ ഡിസ്കൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരാളെ പവർലെസ് ആയിട്ട് കണ്ടിട്ടോ അല്ല, റെസ്പെക്റ്റും റിഗാർഡും ഉള്ള രീതിയിലായിരിക്കണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടത്. ഓക്കെ ഓക്കെ ദെൻ സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെന്റ്. നമ്മളൊരു ഫാമിലി തെറാപ്പി കോൺസെപ്റ്റിൽ തിങ്ക് ചെയ്യുവാണെങ്കിലും അവിടെ ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവും. അത് അസസ്മെന്റ്. ഓക്കെ, അസസ്മെന്റ് എന്ന് പറയുന്നത് ഫാമിലിനെ അസസ് ചെയ്യണം. ഫാമിലിക്കകത്ത് ഇപ്പോൾ ഒരു 4 പേരെ ഇൻവോൾവ് ചെയ്യുന്നെങ്കിൽ 4 പേരെയും നമ്മൾ അസസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ 4 പേരുടെയും ഒരു പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്, 4 പേരുടെയും ഇന്ററാക്ഷനിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന രീതിയിൽ അസസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, കോൺട്രാക്ടിങ്, അത് ഓരോ ഇൻഡിവിജ്വലിനെ, അത് ഫാമിലിയുടെ ഉള്ളിലുള്ള ഈ 4 ഇൻഡിവിജ്വലിനെയും പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് അവരോട്ട് ബിഹേവിയർ ചേഞ്ചസ് വേണ്ടിയുള്ള കോൺടാക്ടിങ് എത്തേണ്ടതായിട്ട് വരും. ദെൻ ദ ട്രീറ്റ്മെന്റ് പ്രോസസ്, ഈ തെറാപ്പി പ്രോസസ് നടക്കും, ആൻഡ് ഫൈനലി ദ ക്ലോഷർ ഉണ്ടാവും. ഇതായിരിക്കും നമ്മളൊരു തെറാപ്പിക്കകത്ത് ഉണ്ടാകുന്ന പ്രോസസ് എന്ന് പറയുന്നുണ്ടാവും. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നു. ഓക്കെ, now we'll discuss 2 most important family therapy models. നമുക്ക് ഇന്ത്യയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഈ തെറാപ്പി പ്രോസസ് യൂസ് ചെയ്യുന്ന പലരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സിംപ്ലി ചെയ്യുന്ന ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആയിരിക്കും. അതായത് തൽക്കാലത്തേക്ക് ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഫാമിലിയുടെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സിമ്പിൾ പ്രോബ്ലം സോൾവ്, ഒരു ബിഹേവിയർ തെറാപ്പി കോൺസെപ്റ്റ്, അത് ഒരു പ്രോബ്ലം സോൾവിങ് എന്നുള്ള രീതിയിൽ പലപ്പോഴും അത് വർക്ക് ചെയ്യാറുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അത് വർക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഫാമിലിയുടെ ഒരു ടോട്ടൽ ഇന്ററാക്ഷൻ പാറ്റേൺ ഇംപ്രൂവ് ചെയ്യാറുള്ളത് പലപ്പോഴും വർക്ക് ചെയ്യാറില്ല. പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് പ്രോബ്ലം സോൾവിംഗ് എന്ന രീതിയിൽ ഒരു 2-3 സെഷൻസ് ഉണ്ടെങ്കിൽ 5 സെഷൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി, ഇപ്പോഴത്തെ പ്രശ്നം എന്താ അത് പരിഹരിക്കാവുന്ന രീതിയിൽ വർക്ക് ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ കോംപ്ലക്സിറ്റീസ് ഓഫ് ഇഷ്യൂസ് വരുമ്പം ആ പ്രോബ്ലം സോൾവിംഗ് വിൽ ബി ഹെൽപ്പിംഗ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലി തെറാപ്പി മോഡൽസ് ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് ടൈം ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ടൈം ഓക്കെ ആണോ? യെസ് സർ, യെസ് സർ, ഫൈൻ. ഓഫ് ഓക്കെ, കോഴ്സ്. അപ്പം ഈ സ്റ്റേജസ് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഈ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഓഫ് ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത് ഈ ബോവിൻ എന്ന് പറയുന്ന ആളുടെ ബോവിനിയൻ ഫാമിലി തെറാപ്പിയാണ്. ഓക്കെ, ബോവിനിയൻ ഫാമിലി തെറാപ്പിക്കകത്ത് മെയിൻ ആയിട്ടുള്ള 8 ഡിഫറെന്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്, 8 ഡിഫറെന്റ് കോർ കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് വൺ ഈസ് ലൈക്ക് ഡിഫറൻസിയേഷൻ ഓഫ് ദ സെൽഫ്. ഡിഫറൻസിയേഷൻ ഓഫ് സെൽഫ്, അതായത് ഞാൻ എന്നുള്ള വ്യക്തിയും, അത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സും എൻ്റെ ഫാമിലി എന്നുള്ള നീഡ്സും രണ്ടായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെതായ കുറെ കരിയർ ഗോൾസോ അല്ലെങ്കിൽ എൻ്റെതായ കുറെ പേഴ്സണൽ ഗോൾസ് ഉണ്ടായിരിക്കും.
പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഫാമിലി, എന്റെ ഫാമിലി എന്നുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഫാമിലിയുടെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് വ്യത്യാസപ്പെടാം. അപ്പം ഞാൻ എന്റെ ഒരു എന്താ പറയുക, എന്റെ ഒരു സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കണോ അതോ എന്റെ ഫാമിലി എന്നുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണോ എന്നുള്ളത്. അപ്പം പ്രോപ്പർ ആയിട്ട് ഒരു ഡിഫറൻസിയേഷൻ അവിടെ നടത്താൻ നമുക്ക് കഴിയണം. ഓക്കെ, അതായത് എന്റെ കരിയർ ഗോൾസ് ഇതാണ്, എന്റെ ഫാമിലി ഗോൾസ് ഇതാണ്, ഇത് രണ്ടിനും ഡിഫറെന്റ് ആയിട്ട്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പൊ ഒരു റീസെന്റ് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പാലക്കാട് ഒരു കപ്പിൾ മാരേജ് ചെയ്യുന്നതിന് മുന്നേ ഒരു എഗ്രിമെന്റ് എത്തിയ കാര്യം വായിച്ചിട്ടുണ്ടായിരിക്കും. അയാളൊരു പ്ലെയർ ആണ്, അയാളൊരു എന്താ പറയുക ഒരു ബാഡ്മിന്റൺ പ്ലെയർ ഒക്കെയാണ്. ബാഡ്മിന്റൺ ടെന്നീസോ അങ്ങനത്തെ ടെന്നീസ് അല്ല, ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അപ്പം അയാൾ വൈകുന്നേരത്ത് എല്ലാ ദിവസവും കളിക്കാൻ പോകണം, ട്രെയിനിങ്ങിന് പോകണം. അപ്പൊ കല്യാണത്തിന് മുന്നേ ഈ ഹസ്ബൻഡും അത് മെയിൽ പാർട്ണറും അയാളുടെ ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് പെൺകുട്ടിയോട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് രാത്രി കളിക്കാൻ പോകുന്ന സമയത്ത് വൈഫ് വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, അത് വൈഫ് കമ്മ്യൂണിക്കുന്ന ശല്യം ചെയ്യണമെന്ന രീതിയിലാണ്. അപ്പം അവിടെ ആ സെൽഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അത് ഫാമിലി ലൈഫ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വേറെയാണ്, ഈ അയാളുടെ കരിയർ ഗോൾസ് എന്നുള്ള അയാളുടെ ഈ സ്പോർട്സിനുള്ള താല്പര്യം എന്നുള്ളത് വേറെയാണ്. അപ്പം ആ രണ്ടിനെയും ഡിഫറെന്റ് ആയിട്ട് രണ്ടായിട്ട് കണ്ടിട്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാരേജിന് മുന്നേ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. അതൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എപ്പോഴും നമുക്ക് ആ ഡിഫറൻഷിയേഷൻ പറ്റണം. അത് എന്റെ പേഴ്സണൽ ഗോൾസും എന്റെ ഫാമിലി റിലേഷൻഷിപ്പിന്റെ ഗോൾസും തമ്മിൽ ഡിഫറൻഷിയേഷൻ ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഈ ഫാമിലി എന്ന രീതിയിൽ തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഫാമിലിക്കകത്ത് ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പേരൻസ്, ഇപ്പം ഒരു ഫാമിലിക്കകത്ത് ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികളെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ തന്നെ അത് തന്നെ ഒരു സിസ്റ്റമാണ്. ഫാമിലി എന്ന രീതിയിൽ സിസ്റ്റമാണ്. ആ ഫാമിലിക്കുള്ളിൽ തന്നെ 2 സബ് സിസ്റ്റംസ് ഉണ്ട്. അതായത് പേരന്റൽ സബ് സിസ്റ്റവും സിബ്ലിംഗ് സബ് സിസ്റ്റം എന്നുള്ള 2 സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റത്തിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷൻ അത് എന്തെങ്കിലും വ്യത്യാസം വരുന്നതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയാന്ന് വിചാരിക്കാം, വൈഫ് ഹോം മേക്കറാന്ന് വിചാരിക്കാം. അതിനകത്ത് 2 മക്കളുണ്ട്, മൂത്തത് ആൺകുട്ടിയും രണ്ടാമത്തെ പെൺകുട്ടിയാന്ന് വിചാരിക്കാം. ഈ മൂത്ത ബോയ് ഇപ്പൊ ഒരു 18 ഇയേഴ്സ് കഴിഞ്ഞ് ആളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് അങ്ങനെ ആകുമ്പോഴത്തേക്കും മദർ വിൽ ബി മോർ അറ്റാച്ച്ഡ് ടുവേർഡ്സ് ദ ബോയ്. ഓക്കെ, ആൻഡ് മദർ ആൻഡ് ബോയ്, മൂത്ത മകനും മദറും കൂടി ചേർന്നിട്ട് ഫാദറിനെതിരെ, ഫാദർ ആൽക്കഹോളിക് ആയതുകൊണ്ട് നിങ്ങൾ കാരണം ജീവിതം നശിച്ചു അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന വെച്ചിട്ട് ദേ വിൽ ബി പ്ലോട്ടിങ് അഗേൻസ്റ്റ് ദ ഫാദർ. അവർ ഫാദറിനെതിരായിട്ട് ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ് ദർ വിൽ ബി ട്രയാംഗുലേഷൻ, ഒരു ട്രയാംഗിൾ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മദർ ആൻഡ് സൺ പ്ലോട്ടിങ് അഗേൻസ്റ്റ് ഫാദർ എന്ന രീതിയിലേക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകും. അത് 2 സിസ്റ്റത്തിൽ 2 സബ് സിസ്റ്റത്തിലുള്ള ആൾക്കാരുടെ ഇന്ററാക്ഷൻ കൂടിയിട്ട് ഈ പാരന്റൽ സബ് സിസ്റ്റത്തിലുള്ള ഒരാൾക്കെതിരായിട്ട് ബിഹേവ് ചെയ്യുന്നു, കോൺഫ്ലിക്ട് ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്നതിനെ ട്രയാംഗിൾസ് എന്ന് പറയുന്നത്. അപ്പം പലപ്പോഴും ഫാമിലിയുള്ളിൽ ഇങ്ങനത്തെ ട്രയാംഗിൾസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഫാമിലിക്കുള്ളിൽ നിങ്ങൾ 4-5 ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പം ചില ആൾക്കാർ തമ്മിൽ അടുപ്പം കൂടുതലായിരിക്കും. അപ്പം ചിലപ്പം കുട്ടികൾ പറയാറുണ്ടല്ലോ, എനിക്കറിയാം എന്റെ മദറിന്, എന്റെ ഉമ്മക്ക് മൂത്ത സിസ്റ്ററോടാണ് കൂടുതൽ ഇഷ്ടം, എന്നോട് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ അതിനെ ട്രയാംഗുലേഷൻ എന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് ന്യൂക്ലിയർ ഫാമിലി ഇമോഷണൽ ബോണ്ടിങ്. ഓക്കെ, അത് ഇമോഷണൽ ബോണ്ടിങ് എത്രത്തോളം ന്യൂക്ലിയർ ഫാമിലി സെറ്റിംഗിൽ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അതായത് അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, ഈ മാരിറ്റൽ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുണ്ട്, അതായത് ഹസ്ബൻഡ് വൈഫിന്റെ കോൺഫ്ലിക്ട് ഉണ്ടാവുന്നുണ്ടോ, ഹസ്ബൻഡ് വൈഫിന്റെ കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് കുട്ടികളുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ന്യൂക്ലിയർ ഫാമിലി ഇമോഷണൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ടാവും. അത് ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് അതിന്റെ അകത്ത് വരുന്നുണ്ടാവാം. ഈ പേരൻസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ബൗണ്ടറീസും, പേരൻസ് വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന അതർ ഇന്ററാക്ഷൻസ്, അത് ഫാമിലിയുടെ പുറത്തുള്ള ഇന്ററാക്ഷൻസ് എത്രത്തോളം ഫാമിലിനെ ഇമോഷണലി ബാധിക്കുന്നുണ്ടെന്നും ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും ഫാമിലിയുടെ ഇമോഷണൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ടാവും. പിന്നെ ഉള്ളത് ഫാമിലിയുടെ പ്രൊജക്ഷൻ പ്രോസസ്. ഓക്കെ, അതായത് എത്രത്തോളം അവര് ഇത് പേരൻസ് എന്ന രീതിയിൽ എത്രത്തോളം അവർ കുട്ടികളുടെ മേലിൽ അവരുടെ തോട്ട് പ്രോസസ്സിനെ പ്രൊജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫാക്ട് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ചില പേരൻസ് പറയല്ലേ, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്റെ കുട്ടീനെ നന്നായിട്ട് പഠിപ്പിച്ചു എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കത് കഴിഞ്ഞില്ല അതുകൊണ്ട് കുട്ടീനെ പഠിപ്പിച്ചിട്ട് ആ ലെവലിലേക്ക് എത്തിക്കണം എന്ന രീതിയിൽ. ആക്ച്വലി കുട്ടിക്ക് ചിലപ്പോൾ അത് ആവശ്യം ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാവത്തില്ല. അപ്പം അതൊരു ഫാമിലിയുടെ പ്രൊജക്ഷൻ സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ദാറ്റ് മേ ബി ലൈക്ക് ഇഷ്യൂ. ഇപ്പം ചില ഫാമിലിയിൽ എഗെയിൻ ഓപ്പോസിറ്റ് ഉള്ള കാര്യം കണ്ടുണ്ട്. ഇപ്പം മദറിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ മദറിന്റെ പ്രണയത്തിന് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പം മകൾക്ക് പ്രണയം ഉണ്ടായപ്പോഴത്തേക്കും മദർ അതിനെ കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് എന്റെ ജീവിതത്തിൽ കഴിയാത്ത കാര്യം നിന്റെ ലൈഫിലെങ്കിലും ഉണ്ടാവട്ടെ എന്നൊക്കെ രീതിയിൽ അങ്ങനെയും പ്രൊജക്ഷൻസ് ഉണ്ടാവുന്നത്. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ ഒരു പ്രൊജക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ വേറെ തരത്തിലുള്ള പ്രൊജക്ഷൻ, നെഗറ്റീവായിട്ട് പ്രൊജക്ഷൻ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ,
നെഗറ്റീവുള്ള പ്രൊജക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ. അതായത് എക്സാമ്പിൾ ലൈക്ക് എന്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പാട് വരാനുള്ള കാരണം നീ ജനിച്ചതാണ് എന്നൊക്കെ മദർ അല്ലെങ്കിൽ ഫാദർ കുട്ടികളോട് പറയുകയാണെങ്കിൽ അതൊരു ഇമോഷണൽ പ്രൊജക്ട്, ഫാമിലി പ്രൊജക്ട് ആയിട്ട് മാറാറുണ്ട്. അതായത് നീ വന്നതിന് ശേഷം ലൈഫിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായെന്നൊക്കെ പാരന്റ്സ് കുട്ടികളോട് പറയുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ നീ അഡോളസെന്റ് ആയപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഫാമിലി പ്രൊജക്ട് സിസ്റ്റം ആണ്. പിന്നെ ഉള്ളത് ഈ മൾട്ടി ജനറേഷണൽ ട്രാൻസ്മിഷൻ പ്രോസസ്. മൾട്ടി ജനറേഷൻ ട്രാൻസ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പേരൻസ്, പേരൻസിൽ നിന്നൊക്കെ ഉള്ള പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് നമുക്കിലേക്ക് ട്രാൻസ്മിറ്റഡ് ആയിട്ട് വരുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ ചില ഫാമിലി റിച്വൽസ് ഒക്കെ ഉണ്ടായിരിക്കും, അത് ഈ മൾട്ടി ജനറേഷണൽ ട്രാൻസ്മിഷന്റെ പ്രോസസിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇമോഷണൽ കട്ട് ഓഫ്. ഇമോഷണൽ കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈകാരികമായിട്ട് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാം. അത് ഫാമിലിയുടെ അകത്ത് വൈകാരികമായിട്ട് ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അവര് ഹസ്ബൻഡ് വൈഫായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നു, കുട്ടികൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾ വരുന്നു, അത് ഒരു വീടിന്റെ ഉള്ളിൽ തന്നെ എല്ലാവരും ഈ ലോഡ്ജിൽ ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന പോലത്തെ അവസ്ഥ. എല്ലാവരും ഉണ്ട്, വീട്ടിലുണ്ട്. പലപ്പോഴും ഈ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ എപ്പോഴും ഈ മൊബൈലിനെ കുറിച്ചൊക്കെ ആൾക്കാർ പരാതി പറയുമ്പോൾ പറയുന്ന ഒരു സാധനം അതായിരിക്കും. അവര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ മൊബൈലായിട്ട് അവരുടെ റൂമിൽ പോയി ഒതുങ്ങിയിരിക്കുന്ന രീതിയിലേക്ക് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഇത് ഹസ്ബൻഡ് ഒരു ഹൈ കരിയർ ഓറിയന്റഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ ഫാമിലി ഇല്ല, അത് വൈഫ് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഒക്കെ പോകുന്ന പറഞ്ഞൊരു ഫാമിലി ഉണ്ടല്ലോ. അവിടെ 2 കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ല. ഈ 2 കുട്ടികൾക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പാരന്റ്സ് ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ടില്ല, അവര് ഹോം ട്യൂഷനിങ് ആണ്. ഹോം ട്യൂഷനിങ് എന്ന് വെച്ചാൽ അവർ സ്വന്തമായിട്ട് ഓൺലൈനായിട്ടൊക്കെ പഠിക്കുക ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ഹോം ട്യൂഷനിങ് ഭയങ്കര സജീവമായിട്ടുണ്ട്. ഹോം ട്യൂഷനിന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ട്. മീൻസ് അങ്ങനെ ഹോം ട്യൂഷൻ ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇൻവോൾവ് ആയിട്ട് അവരെന്നിട്ട് 10th സ്റ്റാൻഡേർഡ് +2 ഒക്കെ ഇങ്ങനെ ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എഴുതിയെടുക്കുന്ന ടൈപ്പ് ആൾക്കാർ. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ കട്ട് ഓഫ് ഉള്ളതുകൊണ്ട് കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫുൾ ടൈം ഈ ലാപ്ടോപ്പിന്റെ മുന്നിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലോ ഉണ്ടാവാം. അവർക്ക് സോഷ്യൽ ഇന്ററാക്ഷനേ ഇല്ല. സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ ഫാമിലിയുടെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ, അതായത് പുറത്തുള്ള ആൾക്കാരായിട്ടില്ല. അവർക്ക് ഈ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ ഓൺലൈനായിട്ട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലാതെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊന്നും കമ്മിയില്ല. കാരണം ഇവർ പലപ്പോഴും ഇങ്ങനെ മൂവിങ് കപ്പിൾസ്. അതായത് കുറച്ച് നാൾ ഇപ്പോൾ ഒരു 1 year 2 year അവര് വേറെ സ്റ്റേറ്റാണ് ജീവിച്ചിരുന്നത്, പിന്നീട് 2-3 വർഷം അവര് വേറെ സ്റ്റേറ്റ്, അത് കർണാടകത്തിൽ വന്ന് ജീവിച്ച് ഇപ്പൊ അവർ കേരളത്തിൽ വന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്കൊരു ടോട്ടൽ ഫ്രണ്ട്സ് ഉണ്ടാവുന്നില്ല, അവരുടെ ജോബിന്റെ നേച്ചർ വെച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ടോട്ടലി ഇമോഷണൽ കട്ട് ഓഫ്. അപ്പം ഈ ഇതിനകത്തുള്ള ഈ ഫാദർ ഫിഗറിന്റെ മദർ മരിച്ചപ്പോഴൊന്നും കുട്ടികളൊന്നും ഒരു തരത്തിൽ ഇന്ററാക്ഷൻ ഇല്ല, അവർ മൊബൈൽ എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോയി മാറിയിരിക്കുമായിരുന്നു എന്നൊക്കെയായിരുന്നു ഇപ്പം അവർ റിയലൈസ് ചെയ്തിട്ട് പറയുന്നുണ്ടാവാം. അതുപോലെ ഇവർ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്കും ഈ കുട്ടികൾക്ക് ഈ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടാവാറുണ്ട്. നമ്മൾ ഈ സോക്കോൾഡ് വെർച്വൽ ഓട്ടിസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സിലേക്കാണ് വരുന്നത്. അത് എന്റെ 2 കുട്ടികൾ ചെറിയ കുട്ടി എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഒരു ഇമോഷണൽ കട്ട് ഓഫും അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ, ഒരു ഡിസ്ഫങ്ഷണൽ രീതിയിലായിരിക്കും അവരുടെ ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നുണ്ടാവും. പിന്നെ ഒരു കോർ കോൺസെപ്റ്റ് ആണ് സിബ്ലിംഗ് പൊസിഷൻ. അതായത് കുട്ടികൾ ഫസ്റ്റ് ബോൺ ആണോ സെക്കൻഡ് ബോൺ ആണോ തേർഡ് ബോൺ ആണോ എന്നുള്ളത്. കാരണം ഫസ്റ്റ് ബോൺ ചൈൽഡിനോ കുറച്ചുകൂടി മേ ബി അവരുടെ റോൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഇപ്പം ട്രഡീഷണൽ ഈ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഫാമിലീസ് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ബോണിനെ ഒരു കാരണവരായിട്ടാണ് കാണുന്നത്. അപ്പം അയാള് ചിലപ്പം ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് താഴെയുള്ള കുട്ടികളൊക്കെ പഠിപ്പിച്ചു, അവരൊക്കെ ഒരു പൊസിഷൻ എത്തി. ഇയാളൊരു ഏജ് കഴിയുമ്പോഴത്തേക്ക് വയ്യാതായിട്ട് നാട്ടിൽ വരുന്നു, ഒരു ബേൺ ഔട്ട് ആയിട്ട് നാട്ടിൽ വരികയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഫാമിലീസിനെ കണ്ടിട്ടുണ്ട്. അയാൾ ഹെൽപ്ലെസ് ആണ്, ബാക്കി എല്ലാവരും ഡെവലപ്പ് ചെയ്ത് അയാൾക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാതായിട്ട് മാറുന്നു. അപ്പം അത് സിബ്ലിംഗ് പൊസിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ സൊസൈറ്റിയിൽ ഇമോഷണൽ പ്രോസസ്. സൊസൈറ്റിയിൽ ഇമോഷണൽ പ്രോസസ് വെച്ചാൽ മറ്റുള്ളവർ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. നമ്മുടെ ഡിസ്റ്റന്റ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ കസിൻസോ അല്ലെങ്കിൽ അതർ ഫാമിലി മെമ്പേഴ്സോ നമ്മുടെ ഫാമിലി ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രശ്നം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു തെറാപ്പിയുടെ ഭാഗമായിട്ട്, ഫാമിലി തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മൾ അസസ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ ഫാമിലി തെറാപ്പി കുറച്ചുകൂടി ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഫാമിലി കോൺസെപ്റ്റിൽ ഫാമിലിനെ കോൺസെപ്റ്റലൈസ് ചെയ്യാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഈ ഫാമിലി എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റലൈസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റത്തിന്റെ അകത്ത്, ഈ ഫാമിലി സിസ്റ്റത്തിന്റെ അകത്ത് ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. അതിന് ഒരു ടെക്നിക്ക് തന്നെ ജീനോഗ്രാം ആണ്. ജീനോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാമിലി ചാർട്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഫാമിലി ചാർട്ട് ജീനോഗ്രാം എന്ന് പറയുന്നത്. ഫാമിലി ചാർട്ടിനകത്ത് ഫാമിലി ചാർട്ട് എക്സ്പ്ലെയിൻസ് സോ മെനി തിങ്സ്. പല ആൾക്കാരും ഫാമിലി ചാർട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫാദർ മദർ എന്നുള്ള രീതിയിൽ വരച്ചിരിക്കുക ചെയ്യുന്നത്. അങ്ങനെയല്ല, ദാറ്റ് എക്സ്പ്ലെയിൻസ് ലോട്ട് ഓഫ് തിങ്സ്. നമ്മളൊരു ഫാമിലി ജീനോഗ്രാം പ്രോപ്പറായിട്ട് കണ്ടാൽ തന്നെ നമുക്ക് കേസ് കോൺസെപ്റ്റ് സിസ്റ്റം ഭയങ്കര എളുപ്പമായിട്ട് മാറും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, നിമാൻസിൽ ഫാമിലി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നടത്താറുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ട് ഈ ജീനോഗ്രാം പ്രോസസ്സ് കറക്റ്റായിട്ട് പഠിപ്പിക്കാറുണ്ട്. അതിപ്പോ ഉണ്ടോന്നല്ല, ഒരു 3 months കോഴ്സാണ്. അത് PG കഴിഞ്ഞ ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ടോന്ന് ഐ എം നോട്ട് ഷുവർ, ബട്ട് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. ഓക്കെ,
പിന്നെ ഉള്ളത് ടെക്നിക്കാണ് ഡിഫറൻഷിയേറ്റിംഗ് ഇമോഷൻസ് വന്ന വൈകാരികത. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നാകും. ഓക്കെ, ഡിഫറൻഷിയേഷൻ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ഇമോഷൻസും അല്ലെങ്കിൽ എന്താ പറയാ ഈ കോൺഫ്ലിക്റ്റിംഗ് ആയുള്ള ഇമോഷണൽ എക്സ്പ്രഷൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. പലപ്പോഴും ഇമോഷൻസിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇന്ററാക്ഷൻ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആൾക്കാർ ദേഷ്യപ്പെടും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ഓക്കെ, അപ്പം അവര് ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്താന്ന് ദേ ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ ദംസെൽവ്സ്. ഓക്കെ, ചിലപ്പോൾ ഒരാൾ സങ്കടപ്പെടുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടാവാം, ചിലപ്പോൾ അയാൾക്ക് പേടിയാവുമ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവര് സങ്കടം എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചിലപ്പോൾ ദെൽ ബി ഗെറ്റിംഗ് സപ്പോർട്ട്. പക്ഷെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ദെൽ നോട്ട് ബി ഗെറ്റിംഗ് സപ്പോർട്ട്, ദെൽ ബി ഗെറ്റിംഗ് അഗൈൻ ദെൽ ബി ഗെറ്റിംഗ് ആങ്കർ ഫ്രം ഔട്ട് സൈഡ്. അപ്പുറത്ത് വേറെ ആളിന്ന് ആങ്കർ ആക്കി കിട്ടുന്നുണ്ടാവും. അപ്പം ആ ഇമോഷൻസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. പിന്നെ ഐ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീൽ സോ, എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ ടെക്നിക്കിന്റെ ഭാഗമായിട്ട് ടീച്ച് ചെയ്യേണ്ടത്. അതായത് ഇപ്പം അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ എങ്ങനെ ചെയ്തു, എന്റെ മകൾ എങ്ങനെ ചെയ്തു, എന്റെ മകൻ എങ്ങനെ ചെയ്തു, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്റെ വൈഫ് ഇങ്ങനെ ചെയ്തു എന്ന രീതിയിലല്ല, ഐ ഫെൽ സോ, എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ ഐ ഫെൽ സോ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് വരെ പഠിപ്പിക്കും. പിന്നെ ഈ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നില്ല, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ട്രയാങ്കിൾസ് എന്താണെന്നല്ല. അപ്പൊ ആ ട്രയാങ്കിൾസിനെ ഡിഫ്യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ പാറ്റേൺ ഉണ്ടെങ്കിൽ അതിനെ ഡിഫ്യൂസ് ചെയ്യാം. ഓക്കെ, ഡെമോൺസ്ട്രേറ്റിംഗ് ഇന്റർ ജനറേഷണൽ പാറ്റേൺസ്. അപ്പം ഫാമിലി ഉണ്ടാകുന്ന ഇന്റർ ജനറേഷണൽ പാറ്റേൺസ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഫാമിലിക്കകത്ത് നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്, അതിന്റെ കണ്ടിന്യൂഷൻ ഇപ്പൊ സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഫൈനലി നോർമലൈസിങ് ചലഞ്ചസ്. അത് ചലഞ്ചസ് ആർ പാർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിലൊക്കെ ബിക്കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ലൈഫ് ദെൽ ബി ലോട്ട് ഓഫ് ചലഞ്ചസ്. ആ ചലഞ്ചസിന്റെ ലൈഫിന്റെ പാർട്ടാണ്, അതൊരു ട്രബിൾ ആയിട്ട് കാണാതിരിക്കാം. ദെൽ ബി ലോട്ട് ഓഫ് ചലഞ്ചസ്. ലൈക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഒരു ചലഞ്ച് ആയിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ചലഞ്ചസിനെ അതിന്റെ ഭാഗമായിട്ട് കാണുക. അതിന് നോർമലൈസ് ചെയ്യുക. ചലഞ്ചസ് ഒക്കെ ലൈഫിന്റെ പാർട്ടായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ നോർമലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ബോവൻസ് ടെക്നിക് സിസ്റ്റമിക് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന 1-2 ടെക്നിക്സ് ആണ് ഈ സർക്കുലർ ക്വസ്റ്റനിങ്, കോൺസെപ്ച്വലൈസേഷൻ ആൻഡ് റീഫ്രെയിമിംഗ്. സർക്കുലർ ക്വസ്റ്റനിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇവന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ബിഹേവിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് എല്ലാവരോടും ചോദിക്കാം, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരോടും ചോദിക്കാം, ആ ഫാമിലിക്കകത്തുള്ള എല്ലാവരോടും ചോദിക്കാം. ഓക്കെ, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ബിഹേവിയർ ആണെങ്കിൽ, ഇപ്പൊ പർട്ടിക്കുലർ ബിഹേവിയർ ആയിരിക്കും, ഒരു അഡോളസന്റ് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ കാണിച്ചു, അത് ഫാമിലിക്ക് ഭയങ്കര ഷോക്കിംഗ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇവന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാവരോടും ആ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഈ സർക്കുലർ ക്വസ്റ്റനിങ് എന്ന്. അപ്പൊ എക്സാമ്പിൾ ലൈക്ക് വാട്ട് ഈസ് ദ ബിഹേവിയർ, ആ ബിഹേവിയർ ഉണ്ടാകുന്നതിന് മുന്നേ വാട്ട് ഹാപ്പൻ ബിഫോർ ദാറ്റ് ആൻഡ് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ദാറ്റ്. ഇപ്പം അഡോളസന്റ് ആയിട്ടുള്ള ഒരു ആള് ഷൗട്ട് ചെയ്തു ഫാമിലിയിൽ. ഓക്കെ, അപ്പം ഷൗട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് സംഭവിച്ചു, ആ ഷൗട്ട് ചെയ്യാനുള്ള റീസൺ എന്താണ്, വാട്ട് ഹാപ്പൻ ബിഫോർ ദാറ്റ്. ഷൗട്ട് ചെയ്തതിനു ശേഷം എന്ത് സംഭവിച്ചു. ഓക്കെ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്, വെൻ ഡസ് ഇറ്റ് ഹാപ്പൻ, വെൻ ഡസ് ഇറ്റ് നോട്ട് ഹാപ്പൻസ്, എപ്പോഴാണ് അയാൾ ഷൗട്ട് ചെയ്യാതിരിക്കുന്നത്, ഹൂ ഈസ് അറൌണ്ട് വെൻ ഇറ്റ് ഹാപ്പൻസ്. അപ്പൊ ഈ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവരെന്ത് ചെയ്തു, ആ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം ഒരു ഫാമിലിക്കകത്ത് പേരൻസും ഒരു 4 മക്കളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഒരു അഡോളസന്റ് ആയുള്ള ഒരു ബോയ് ഷൗട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പം ബാക്കി കുട്ടികളൊക്കെ ഉള്ള സമയത്താണോ ഷൗട്ട് ചെയ്തത്, ഇല്ലാത്ത സമയത്താണോ, ഫാദർ ഉള്ള സമയത്താണോ ഷൗട്ട് ചെയ്തത്, അത് മദർ മാത്രമുള്ള സമയത്താണോ ഷൗട്ട് ചെയ്തത്, അപ്പം മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്തായിരുന്നു. ഇങ്ങനത്തെ രീതിയിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അവരുടെ കോൺസെപ്റ്റലൈസ് ചെയ്യാനായിട്ട്, ഒരു കേസ് കോൺസെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എൻ്റെ അടുത്ത് വന്ന കേസിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം. ആ കേസസിന്റെ അതിന്റെ ഒരു എക്സാമ്പിൾ ഇപ്പം പറയാം, ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഒരു ഫാമിലിയിൽ കല്യാണം കഴിച്ചിട്ട് 3 വർഷമായുള്ള ഒരു ഹസ്ബൻഡ് വൈഫ് ആരാ വന്നിരുന്നത്. അപ്പം അത് വരാൻ കാരണം വെച്ചാൽ ആ പെൺകുട്ടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ഓക്കെ, അപ്പം അവർ പറഞ്ഞു ലൈഫ് മൊത്തം പ്രശ്നമാണ്, 3 വർഷമായിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ട്, കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സാകാൻ പോകുന്നുണ്ട്, ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഷി വാസ് ടോക്കിംഗ് ലോട്ട് ഓഫ് തിങ്സ്. അതൊരു 1 hour കൂടുതൽ ഒരു അസസ്മെന്റ് പ്രോസസ് ഉണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഇമോഷണൽ ഇഷ്യൂ, സൂയിസൈഡ് അറ്റംപ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി കീനായിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടി പറഞ്ഞു പോയൊരു കാര്യം എന്ന് പറയുന്നത്, എന്റെ മദറിലോ ഭയങ്കര പ്രോബ്ലം ആണ്. അവരൊരു ദിവസം, ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരൊരു ദിവസം എന്നോട് 6 തവണ ഒരു ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അത് ഞാനൊരു ഫംഗ്ഷൻ, ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പം എന്റെ മദറിലോ എന്നോട് 6 തവണ ഡ്രസ്സ് മാറാൻ പറഞ്ഞു എന്നുള്ളത്.
ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ പാവം പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡി ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുള്ളൂ, മദറിലോ ഭയങ്കര ഒരു മേ ബി ഒരു ക്രൂവൽ പേഴ്സൺ ആയിരിക്കുമല്ലോ എന്നൊക്കെ രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ പിന്നീട് ഈ സർക്കുലർ ക്വസ്റ്റ്യനിങ്ങിന് വന്ന സമയത്ത് വി ആർ ആസ്കിങ് ദിസ്. അപ്പം സർക്കുലർ ക്വസ്റ്റ്യൻ വന്ന് കുറെ സെഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് അസസ് ചെയ്തതിനു ശേഷമായിരുന്നു സർക്കുലർ ക്വസ്റ്റ്യൻ എത്തിയത്. ആൻഡ് ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം കേട്ടോ. ഈ പേഷ്യന്റിന്റെ കാര്യങ്ങൾക്ക് ലോട്ട് ഓഫ് ടൈം എടുത്തു. ബിക്കോസ് അതിനകത്ത് കുറെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് വന്നതുകൊണ്ട് റിപ്പീറ്റഡ് സെഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഫോളോ അപ്പ് സെഷൻസ് വെച്ച്. അപ്പം ഈ കുട്ടി അവസാനം നമ്മൾ മദർ ലോയും ഫാദർ ലോയും ഈ കുട്ടിയുടെ പാരന്റ്സ് എല്ലാവരെയും ഇരുത്തിയിട്ടുള്ള സെഷൻ്റെ അത് സർക്കുലർ ക്വസ്റ്റ്യനിങ് ഉണ്ടായിരുന്നത്. അത് സർക്കുലർ ക്വസ്റ്റ്യനിങ്ങിന്റെ ആ എൻഡ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഇതേ ആസ്പെക്ട് നമ്മൾ വീണ്ടും എടുത്തിട്ട് ആ ഒരു സിറ്റുവേഷൻ വീണ്ടും എടുത്തിട്ട് അപ്പം ഈ 6 തവണ ഡ്രസ്സ് മാറിയ സിറ്റുവേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ആ കുട്ടിയോട് ചോദിച്ചു എന്തായിരുന്നു സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പം ഈ കുട്ടി പറഞ്ഞത്, ഞാനും എന്റെ മദറിനും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കല്യാണം കഴിച്ച സമയത്ത്. ഓക്കെ, അപ്പം ഒരു ദിവസം ഞാൻ അപ്പം ഹസ്ബൻഡ് ഗൾഫിൽ പോയി. ഹസ്ബൻഡ് ഗൾഫിൽ പോണതിന് മുന്നേ തന്നെ ഞാൻ പെട്ടെന്ന് അത് ഫസ്റ്റ് പീരിയഡ്സ് ടൈമിനുള്ളിൽ തന്നെ പ്രഗ്നന്റ് ആയി. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ എന്റെ മദറിനോട് ചോദിച്ചു, ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പം മദറിലോ പറഞ്ഞു, നീ കല്യാണത്തിന് പോലെ ആ ഡ്രസ്സ് വേണ്ട, വേറെ ഡ്രസ്സ് ഒന്ന് മാറ്റിയിട്ട് നോക്കുമെന്ന് പറഞ്ഞു. അവര് വളരെ സ്നേഹത്തോടാണ് അത് പറഞ്ഞേക്കുന്നത്. അപ്പം രണ്ടാമത് വേറെ ഡ്രസ്സ് ഇട്ട് വന്നപ്പോഴത്തേക്ക് അവർ പ്രഗ്നന്റ് ആയതുകൊണ്ട് അവരുടെ ബെല്ലി പാർട്ട് കുറച്ച് പ്രൊട്രൂഡ് ആയിട്ട് ഇരുന്നുകൊണ്ട് അത് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അവര് 6 ഡ്രസ്സ് മാറിയതാണ്, 5 ഡ്രസ്സ് മാറി 6ാമത്തെ ഡ്രസ്സ് ഇട്ടതാണ്. ഓക്കെ, പക്ഷെ വെൻ ഷി ഇമോഷണലി സെഡ് ടു us നോ, മദറിൽ ഭയങ്കര ഒരു ക്രൂവൽ പേഴ്സൺ ആയിട്ടും എന്നാ പറഞ്ഞത്. പക്ഷെ നമ്മളിങ്ങനെ ഈ സർക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്ക് അതിന്റെ മുന്നേയും പിന്നെയും ആ സമയത്ത് ഇൻവോൾവ് ആയത് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പം കുറച്ചുകൂടി ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. അത് കാരണം ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റി. ഓക്കെ, അങ്ങനെ സർക്കുലർ ക്വസ്റ്റ്യനിങ് കൊണ്ട് മാത്രം നമുക്ക് ആ പ്രോബ്ലം ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് കേസ് കോൺസെപ്റ്റലൈസേഷൻ ആണ്. അത് നമുക്ക് ആ ഒരു എന്താണ് ആ പ്രോബ്ലം, വാട്ട് ഇസ് ലൈക്ക് ഒരു ഫാമിലി തെറാപ്പിയുടെ ഒരു ലെൻസിൽ കൂടി നമ്മൾ തന്നെ കാണണം എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രൊസീഡിങ് പ്രോബ്ലം. ഓക്കെ, ഫാമിലിയുടെ ഉള്ളിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് ആണ്, റിലേഷൻഷിപ്പ് പാറ്റേൺ എന്ത്, എങ്ങനെയാണ് ആ ഫാമിലിയുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്, റിലേഷൻഷിപ്പ് ഫങ്ഷൻസ് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ മൾട്ടി സിസ്റ്റം, അത് ഈ മറ്റു ആൾക്കാർ എങ്ങനെയാണ് അതിൻ്റെ അത് കാണുന്നത്, അത് പാരന്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ അതിനെങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ ഫാദർ എങ്ങനെ കാണുന്നത്, ഹസ്ബൻഡ് എങ്ങനെ കാണുന്നത്, കുട്ടികൾ എങ്ങനെ കാണുന്നത്, എങ്ങനെ രീതിയിൽ നമ്മൾ കേസ് കോൺസെപ്റ്റലൈസ് ചെയ്യുക എന്നുള്ളതും ഈ സിസ്റ്റമിക് തെറാപ്പിയുടെ ഒരു പ്രത്യേകതയായിരിക്കും. പിന്നെ റീഫ്രെയിമിംഗ് ഇസ് അനദർ തിങ്. ലൈക്ക് റീഫ്രെയിമിംഗ് എന്നുള്ളത് ഒരു കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ആയിരിക്കും സംഭവിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ് പോസിബിൾ എക്സ്പ്ലനേഷൻ നമ്മളുടെ ഭാഗത്ത് കൊടുക്കുക, നമ്മൾക്ക് വേറൊരു രീതിയിൽ ഇങ്ങനെ കൂടി ചിന്തിച്ചുകൂടെ ഈ സിറ്റുവേഷൻ എന്ന രീതിയിൽ ചോദിക്കുക. അപ്പൊ ഒരു അഡോളസെന്റ് ക്രൈസിസ് ആയിട്ട് വരുമ്പോഴത്തേക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം മദർ എപ്പോഴും എന്നെ നാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നോട് ഇത് ചെയ്യാൻ പറയുന്നു, അത് ചെയ്യാൻ പറയുന്നു, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. അങ്ങനെയാണ് കുട്ടി പറയുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ റീഫ്രെയിം ചെയ്യാം. അതായത് മദർ ചിലപ്പം നിന്നോട് സ്നേഹം കൂടുതലുണ്ടായിരിക്കത്തില്ലേ ഓരോന്ന് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. കാരണം മദർ ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാലും നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യത്തില്ലേ. അപ്പം മദർ നാഗ് ചെയ്യുക എന്നുള്ളതിന് പകരമായിട്ട് നിന്റെ ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മദർ ഇപ്പോഴേ ട്രെയിൻ ചെയ്യിക്കല്ലേ ആക്ച്വലി സംഭവിക്കുന്നത് എന്ന രീതിയിൽ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇതുപോലെ പലതരത്തിൽ നമുക്ക് റീഫ്രെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പം ചില ഫാമിലികളിൽ പറയാറുണ്ട്, ഇപ്പം ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂസിന്റെ കാര്യത്തിൽ പറയാറുണ്ട് ഈ സർപ്രൈസസ്. ഓക്കെ, ഇപ്പം വീട്ടിലൊരു എന്തെങ്കിലും ഒരു ചെറിയ ഇവന്റ് നടക്കുന്നു, ഇപ്പം ഹസ്ബൻഡ് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഡിസൈഡ് ചെയ്യുന്നു. ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഈ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് വൈഫിന് സസ്പീഷ്യസ് ആവുന്നു, ഹസ്ബൻഡിനെ കുറിച്ച് ഇയാൾ എന്തൊക്കെയോ രഹസ്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. അപ്പം റാദർ ദാൻ സർപ്രൈസ് അതൊരു ഷോക്കിംഗ് ആയി മാറുന്നു. അത് വൈഫിന് അത് ഷോക്കിംഗ് ഇവന്റ് ആയി മാറിയ, ഹസ്ബൻഡ് ആക്ച്വലി സർപ്രൈസ് ചെയ്തതാണ്, പക്ഷേ വൈഫിന് അതൊരു ഷോക്കിംഗ് ഇവന്റ് ആയി മാറി. ഓക്കെ, അപ്പം നമുക്ക് ആ ഷോക്കിംഗ് എന്നുള്ളതിനെ നമ്മൾ റീഫ്രെയിം ചെയ്തിട്ട് ഇതൊരു സർപ്രൈസ് ആയിരുന്നു, ഇത് ഇത്രയും കൂടുതൽ സ്നേഹമുള്ളത് കൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന രീതിയിൽ നമുക്കത് റീഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ റീഫ്രെയിമിംഗ് നമുക്ക് തെറാപ്പിയുടെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഓക്കെ, ഇനി ഈ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് ലൈക്ക് കുറെ സമയം തോന്നുന്നു. സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി മറ്റൊരു ടെക്നിക്കാണ് സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ചെയ്യുന്നത് സർട്ടൻ തിങ്സ് ലൈക്ക് ഫാമിലി മാപ്പിംഗ്, ജോയിനിങ്, ബൗണ്ടറി മേക്കിംഗ്, റോൾ പ്ലേ ആൻഡ് റീഫ്രെയിമിംഗ് എന്നുള്ള ആസ്പെക്ട് അതിനാക്കി ചെയ്യുന്നത്. അപ്പൊ ഈ റീഫ്രെയിമിംഗ് എന്നുള്ളത് രണ്ടിനകത്തും വരുന്നുണ്ട്. ഓക്കെ, ഈ ഫാമിലി മാപ്പിംഗ് എന്നുള്ളത് ആണ് ജീനോഗ്രാം എന്ന് നേരത്തെ പറഞ്ഞില്ല, അത് ഫാമിലി ജീനോഗ്രാം എന്ന് പറഞ്ഞില്ല, അത് രണ്ടും ഏകദേശം ഒരു സാധനം തന്നെയാണ്. ജോയിനിങ് എന്ന് പറയുന്നത്
ഈ ഫാമിലി മെമ്പേഴ്സിന്, അതായത് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ ഫാമിലി എന്നുള്ള പ്രോസസ്സൊക്കെ ഇൻവോൾവ് ചെയ്യും. അപ്പൊ ചില ആൾക്കാർ ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അവര് ഫാമിലിയുടെ ഇമോഷണൽ ഇന്ററാക്ഷൻ പാറ്റേണിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇവര് ഫാമിലിയുടെ പാർട്ടാക്കി മാറ്റുക. ഓക്കെ, ഈ ഫാമിലി മാപ്പിംഗ് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ബൗണ്ടറി മേക്കിംഗ് എന്ന് പറയുന്നത്, ബൗണ്ടറീസ് ആർ വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി ഫാമിലി എന്ന രീതിയിൽ ചിന്തിക്കും. അപ്പൊ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ രാജ്യത്തിന് ഒരു ബൗണ്ടറി ഉണ്ടെന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾക്ക് ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്കൊരു ബൗണ്ടറി ഉണ്ട്, നമ്മുടെ സ്കിന്നിന് ഒരു ബൗണ്ടറിയാണ്. അതേപോലെ തന്നെ വിൽ ബി ഹാവിംഗ് ലോട്ട് ഓഫ് സൈക്കോളജിക്കൽ ബൗണ്ടറീസ്. നമ്മളുടെ ഒരു സൈക്കോളജിക്കൽ പാറ്റേൺ, ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ എത്രത്തോളം ഇടപെടാൻ പറ്റും എന്നുള്ളത് ഈസ് ഇക്വൽ ടു സൈക്കോളജിക്കൽ ബൗണ്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ബൗണ്ടറീസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഒരു മദറിന് ഒരു ചൈൽഡിന്റെ ബൗണ്ടറിക്കകത്ത് ഇടപെടുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഒരു മെയിൽ പാർട്ണറിന് ഫീമെയിൽ പാർട്ണറിന്റെ ബൗണ്ടറിയിൽ ഇടപെടുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലോർ ചെയ്യാം, അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, പലപ്പോഴും ഫാമിലി തെറാപ്പിയുടെ ഭാഗമായിട്ട് നമ്മളൊരു റോൾ പ്ലേ നടത്താറുണ്ട്. അതായത് ഈ വീട്ടിൽ കോൺഫ്ലിക്ട് ഉണ്ടായെന്ന് പറഞ്ഞ സിറ്റുവേഷൻ, അല്ലെങ്കിൽ വീട്ടിൽ ഇൻഡിഫറൻസ് ഉണ്ടായെന്ന് പറഞ്ഞ സിറ്റുവേഷൻ ചിലപ്പോൾ നമ്മൾ തെറാപ്പി റൂമിന്റെ അകത്തും അത് ചെയ്യാനായിട്ട് പറയും. സോ അതൊന്ന് റീഇനാക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും, ഒരു എനാക്ട് ചെയ്ത് കാണിക്കാൻ പറ്റും, അതൊന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ പറയും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നുള്ളത്. എങ്ങനെ നമ്മൾ ചിലപ്പോൾ സീറ്റ് ഒക്കെ മാറ്റി ഇരുത്താറുണ്ട്. അതായത് ഇപ്പം ഒരു കുട്ടി മാറിയിരിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ കുറച്ചുകൂടി അടുത്തേക്ക് ഇരുത്തുക, അങ്ങനത്തെ രീതിയിലൊക്കെ റോൾ പ്ലേസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ റീഫ്രെയിമിങ്, നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അത് ഒരു ഡിഫറെന്റ് ആയ രീതിയിൽ തിങ്ക് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന, ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കും ഈ സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി ചെയ്യുന്നുണ്ടാവും. പലപ്പോഴും ഈ പറഞ്ഞ സിസ്റ്റമിക് ഫാമിലി തെറാപ്പി, സ്ട്രക്ചറൽ ഫാമിലി തെറാപ്പി ഒക്കെ കുറെ കണക്റ്റഡ് ആണ്. കാരണം ഇതിന്റെ ഒരു ബേസിസ് പറഞ്ഞ ഒരുപാട് റിസർച്ചേഴ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം കുറെയൊക്കെ കണക്റ്റഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഫാമിലി മാപ്പിംഗ് എന്ന് പറഞ്ഞല്ലോ, ഫാമിലി മാപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇന്ററാക്ഷൻ, ഒരു ജീനോം എന്ന് പറഞ്ഞല്ലോ. സാധാരണ ഇതിൽ നമ്മളൊരു ജീനോം വരയ്ക്കുമ്പോഴത്തേക്കും ഒരു റിലേഷൻഷിപ്പ് ആസ്പെക്ട് മാത്രമേ പറയത്തുള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ ഒരു മജന്ത കളർ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടായിരിക്കും. അതായത് ലൂയിസും ആദം എന്ന രണ്ട് ആൾക്കാരുടെ, മിക്കായൽ എന്ന് പറഞ്ഞൊരു കുട്ടി, അതിൻ്റെ അകത്ത് ലൂയിസും മിക്കായലും തമ്മിൽ ഒരു ഓവർ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അതിനെ ട്രയാങ്കിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഫാമിലി നോക്കുക, ഹെൻറി ആൻഡ് മേരി, അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെൻറിയുടെ മകനാണ് ആദമും ഹെൻറിയും തമ്മിൽ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഈ ആദമിന്റെ വൈഫാണ് ലൂയിസ്. പക്ഷെ ഈ മദറിലേക്ക്, അത് മേരിക്ക് മീൻസ് മറിയക്ക് ലൂയിസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര നല്ല രീതിയിലല്ല, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഓക്കെ, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫാമിലി മാപ്പിങ്ങിനകത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ പാറ്റേൺ ആ ഫാമിലിക്കുള്ളിൽ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഫാമിലി മാപ്പിംഗ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫാമിലി ഇല്ലേ, അതായത് ഹസ്ബൻഡ് വൈഫ് അതായത് ഈ മദറിലോ 6 ഡ്രസ്സ് മാറ്റിച്ചു എന്ന് പറഞ്ഞൊരു ഫാമിലി ഇല്ലേ, അവിടെ ഒരു ജീനോഗ്രാം എഴുതിയേക്കുന്നത്. ഇതിന്റെ അകത്ത് ഹസ്ബൻഡിന് 32 ഇയേഴ്സ്, വൈഫിന് 28 ഇയേഴ്സ്, അവർ 3 ഇയേഴ്സ് ആയിട്ട് മാരേജ് ചെയ്തു, അവർക്കൊരു കുട്ടിയുണ്ട്. അവരിപ്പം കറന്റ് സെപ്പറേറ്റഡ് ആണ്. കാരണം പെൺകുട്ടിയുടെ വീട്ടിൽ, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഞങ്ങൾ കറന്റ് എന്ന് വെച്ചാൽ ഇപ്പം അവർ ഓക്കെ ആയിട്ടുണ്ട്, തെറാപ്പിക്ക് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ പെൺകുട്ടിയുടെ വീട്ടില് പെൺകുട്ടിയുടെ ഒരു അനിയത്തിയുണ്ട്, ഫാദറും മദറും ഉണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ അവർ 3 ആൺകുട്ടികളാണ്. ഓക്കെ, ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നോക്കുവാണെങ്കിൽ പെൺകുട്ടിയുടെ ഗ്രാൻഡ് മദറും, അത് പെൺകുട്ടിയുടെ മദറിന്റെ മദറും അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്നുണ്ടാവാം. പെൺകുട്ടിയും ഗ്രാൻഡ് മദറും തമ്മിൽ നല്ല അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, പെൺകുട്ടി അവിടുത്തെ ഒരു ഫസ്റ്റ് ചൈൽഡാണ്, പ്രഷ്യസ് ചൈൽഡ് ആയതുകൊണ്ട് തന്നെ കുറെയൊക്കെ എല്ലാവരും ഇൻവോൾവ് ചെയ്ത്, ഈ പെൺകുട്ടിയുടെ മദറിന്റെ 2 സിസ്റ്റേഴ്സും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ട് കുറച്ചൊരു ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഒരു പുതിയൊരു വീട്ടിൽ പോയി താമസിക്കാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടിയായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനാണ് ഈ കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയും ഈ മദറിലോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറയുകയും ഫാദറിലായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫാമിലി തെറാപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സർക്കുലർ ക്വസ്റ്റ്യനിങ് എന്നുള്ള, ഈ കേസിനകത്ത് കൂടുതലും സർക്കുലർ ക്വസ്റ്റ്യനിങ് യൂസ് ചെയ്ത് പെൺകുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളെയും ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് അവരോട് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഹസ്ബൻഡിനോടും വൈഫിനോടും ഇൻലോസിനോടും ഈ പെൺകുട്ടിയുടെ പാരന്റ്സിനോടും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു ഫൈനലി നമ്മളൊരു കൺക്ലൂഷൻ എത്തിയത്. അപ്പം കൺജോയിന്റ് സെഷൻ എത്തിയപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങളും പെൺകുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ
ഇന്ററാക്ഷൻ പാറ്റേണിലേക്ക് കൊണ്ടുവന്നിട്ട് അതെല്ലാം കറക്റ്റ് ആണോ ഇല്ലെന്ന് വെരിഫൈ ചെയ്ത് ആൻഡ് ഫൈനലി ഷീ റിയലൈസസ് ദാറ്റ് ആളുടെ ഒരു ഇമോഷണൽ ഇഷ്യൂസ് ആയിരുന്നു ഈ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാൻ കാരണം എന്നുള്ളത്. ഇതിനകത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാലും ഇവര് മാരേജ് ആയതിനു ശേഷം ഫസ്റ്റ് ഒരു 1 month കൊണ്ട് തന്നെ ഇവർ പ്രഗ്നന്റ് ആയി. ഈ പെൺകുട്ടി വിചാരിച്ചിരുന്നത് ഈ ഹസ്ബൻഡ് എബ്രോഡ് വർക്ക് ചെയ്യുന്നത്. പെൺകുട്ടി വിചാരിച്ചിരുന്നത് പെൺകുട്ടി ഒരു കോഴ്സ് ചെയ്തിട്ട് എബ്രോഡ് പോയിട്ട് രണ്ടാളും കുറച്ച് നാള് ഒരുമിച്ച് സ്റ്റേ ചെയ്തിട്ട് അവർ ഒരുമിച്ചുള്ളപ്പോ അതായത് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് അവർ കുട്ടി ഉണ്ടാകുന്നില്ല. അത് ഇവർ കുറെ ഡ്രീംസ് ഉണ്ട്. അതായത് ആ കുട്ടി പറഞ്ഞ സാധനം വെച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആകുമ്പോഴത്തേക്ക് ഞങ്ങള് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരിക്കണം, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് വേണം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനെന്നൊക്കെയാണ് കുട്ടി ആഗ്രഹിച്ചിരുന്നത്, ഫാന്റസൈസ് ചെയ്തിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫസ്റ്റ് പീരീഡ് സമയം കഴിഞ്ഞാൽ തന്നെ കുട്ടി പ്രഗ്നന്റ് ആയി. അപ്പം പിന്നെ പെൺകുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് ഹസ്ബൻഡ് ഗൾഫിൽ പോകാൻ വന്നു. ഈ പ്രഗ്നൻസി പീരീഡിൽ കംപ്ലീറ്റ് ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. പിന്നെ ഡെലിവറി ആ സമയത്ത് ഹസ്ബൻഡ് നാട്ടിൽ വന്നത്. അപ്പം ആ സമയത്ത് ഈ വീട്ടുകാരുടെ ഇൻവോൾവ്മെന്റ്, അത് ഫാദർ ലോഡ് ഇൻവോൾവ്മെന്റും ഈ മദർ ലോഡ് ഇൻവോൾവ്മെന്റും ഒക്കെ ആ പെൺകുട്ടി കുറച്ച് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാക്കി. അതിന്റെ ഭാഗമായിട്ട് കുട്ടി വെറുതെ ഇപ്പം പെൺകുട്ടി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. രണ്ടാമത് ഹസ്ബൻഡ് ഗൾഫിൽ പോയ സമയത്ത് വീണ്ടും സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി. അങ്ങനെയാണ് ഞങ്ങൾ കാണാനിടയായത്. അപ്പം രണ്ടാമത് ഈ കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് ഹോസ്പിറ്റലിൽ നടന്നപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് എമർജൻസി ആയിട്ട് നാട്ടിൽ വരികയും പിന്നെ തെറാപ്പി പ്രോസസ്സിലൊക്കെ ഇൻവോൾവ് ആവുകയും ആദ്യമേ അവർ തമ്മിൽ ഹസ്ബൻഡ് 2-3 ദിവസം കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങൾ തുടക്കത്തിൽ അവർ രണ്ട് വീട്ടിലേക്ക് നിൽക്കാൻ പറഞ്ഞു. അപ്പം അവർ തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ 2 വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. പിന്നെ ഇൻഡിവിജ്വലിന് ആ പെൺകുട്ടി വന്നിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഒരു 6 months കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷമായിരുന്നു ഫാമിലി തെറാപ്പി കണ്ടിന്യൂ ചെയ്തത്. ആൻഡ് നൗ ദാറ്റ് ഫാമിലി ഈസ് ഗോയിങ് സ്മൂത്ത്ലി. ഓക്കെ, ആ കുട്ടി ഇപ്പൊ ഈ ഹസ്ബൻഡ് കൂടെ ഗൾഫിൽ പോകാൻ വേണ്ടിയുള്ള ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അത് പാസ്സായി കഴിഞ്ഞാൽ കുട്ടിക്കും പോരാട്ട് പറ്റും. ഹാപ്പിലി there. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് തോന്നുന്നു. ഐ തിങ്ക് ലൈക്ക് കുറെയൊക്കെ മനസ്സിലായി, കുറെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് പോയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഐ എം സ്റ്റോപ്പിംഗ് ഇറ്റ്. ഇനിയും കൊണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ പേഷ്യൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ല സർ. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പോ ഇനി പാർട്ടിസിപ്പൻസിനുള്ള ഒരു ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ സാറിനോട്. സർ യെസ്. സർ നമ്മളൊരു ഫാമിലി തെറാപ്പി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വൈഫും ഹസ്ബൻഡിനെയും ഒരു സെയിം തെറാപ്പിസ്റ്റ് തന്നെ അല്ലെങ്കിൽ സെയിം കൗൺസിലർ തന്നെ തെറാപ്പി നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ബയാസ്ഡ് ആകാൻ സാധ്യതയുണ്ടോ? അല്ല, അത് അതിനെക്കുറിച്ച് അവിടെ താങ്കൾ ചോദിക്കുന്നത് ഇൻഡിവിജ്വൽ തെറാപ്പി കോൺസെപ്റ്റ്. അതായത് ഹസ്ബൻഡിനെ വൈഫിനെ ഇൻഡിവിജ്വൽ തെറാപ്പി എന്ന കോൺസെപ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ബയസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. നമ്മൾ ഫാമിലി തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വലിനല്ല അവിടെ കാണുന്നത്, ഫാമിലി ആസ് എ ടുഗദർ ആണ് നമ്മൾ കാണുന്നത്. ഫാമിലിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഫാമിലി ഒരു സിസ്റ്റം എന്ന രീതിയിൽ ഫാമിലിനെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ ഇടയിലുള്ള ഇന്ററാക്ഷൻ പാറ്റേൺ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരുമിച്ചാണല്ലോ തെറാപ്പി ചെയ്യേണ്ടി വരിക. ഓക്കെ, നമ്മൾ രണ്ടാൾക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് സെപ്പറേറ്റ് ഡയഗ്നോസ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ വൈഫിന് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന രീതിയിലാകുമ്പോഴത്തേക്ക് 2 തെറാപ്പിസ്റ്റ് കാണുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ ഫാമിലി തെറാപ്പിയുടെ ആ ഒരു കോൺസെപ്റ്റിലൈസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയല്ല വരുന്നത്. ഓക്കെ, ഓക്കെ അപ്പൊ സർ, താങ്ക് രണ്ടാൾക്കും യു. സെപ്പറേറ്റ് ഡയഗ്നോസ് എന്ന് പറയുമ്പോഴാണ് ആ ഒരു ചേഞ്ചസ് വരുന്നത്. സാർ സർ നമസ്കാരം. സർ സർ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു കപ്പിൾ അല്ല ഇപ്പൊ രണ്ടുപേരും കൂടി വരുന്നു, ഫാമിലി കൗൺസിലിങ്ങിന് വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഇവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് ഇവർ നമ്മളോട് പറയുന്നു. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവോ ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുന്നു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറെ തെറപ്പിസ്റ്റിനെ എടുക്ക വിടണോ, അതോ നമ്മൾ തന്നെ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഫാമിലി കൗൺസിലിംഗ് ചെയ്യണോ? അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ അവർ ഇൻഡിവിജ്വൽ തെറാപ്പിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വിട്ടിട്ട് നമ്മൾ ഫാമിലി തെറാപ്പി മാത്രം ഇൻവോൾവ് ആകണം. അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ തെറാപ്പി മാത്രം ചെയ്തിട്ട് ഫാമിലി തെറാപ്പിക്ക് വേറെ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യണം. രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ബയസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, സാർ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുമ്പോഴേ അവിടെ ഈ പറഞ്ഞ കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ ഹലോ ജിസി, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. ഹലോ ജെസ്സി പറയുന്നത് കേൾക്കുന്നില്ല. ഹലോ സാർ. ഹലോ സാർ. ആ,
സാറേ സാറേ 6 തവണ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിച്ച ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ അപ്പൊ ആ അതില് ആ ഒരു കുട്ടി സാറിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു, കാര്യങ്ങളൊക്കെ ആ സംസാരിച്ചു. പിന്നെ ഉം, നമ്മൾ ആ സർക്കുലേറ്റിംഗ് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ആ ഒരു ഉം, ഗ്രാൻഡ് അല്ലെങ്കിൽ ആ അമ്മായിയമ്മയായിട്ട് ആ വിഷയം സംസാരിച്ചല്ലോ. അപ്പൊ ആ അവര് മനസ്സിലാക്കി ഇന്ന കാര്യങ്ങളോടെല്ലാം സാറിനുമായിട്ട് ഷെയർ ചെയ്തു ആ കുട്ടി. ആ പിന്നീട് അവര് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ വീണ്ടും ഒരു ക്ലാഷ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഉണ്ട്. സാധ്യത കുട്ടി തീർച്ചയായിട്ടും ഉണ്ട്. കണ്ടുകൊണ്ട് നമുക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞില്ല കാര്യങ്ങൾ അവിടെ ആ പറയാൻ ആ വേണ്ടി പറ്റും നമ്മുടെ? അത് മനസ്സിലായി. ഞങ്ങള് ആ ആ ആ കേസിന്റെ കാര്യം അവസാനം ഞാൻ പറഞ്ഞത്, അവര് സെപ്പറേറ്റഡ് ആയിരുന്നു. അത് രണ്ട് വീട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവര് ഹസ്ബൻഡ് ഇപ്പൊ 6 months ശേഷം വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവരെ കണ്ടിരുന്നത്. ഇത്ര നാൾ അവർ ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിരുന്നു. അതായത് ഈ അവർക്ക് ഒരു വയസ്സുള്ള കുട്ടിയെന്ന് പറഞ്ഞില്ല, കുട്ടീനെ കാണാനായിട്ട് ഈ പേരൻസ്, ഈ ഹസ്ബൻഡിന്റെ പേരൻസ് ചെന്ന് കഴിഞ്ഞാല് ആരും മിണ്ടത്തില്ല. ഈ കുട്ടീനെ അവർ പുറത്ത് വെച്ച് കണ്ടിട്ട് വരിക, അങ്ങനത്തെ രീതിയിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം റൈറ്റ് നൗ എന്താ പറയുക, ഈ തെറാപ്പി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസൈഡ് ചെയ്ത് അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തത്. അത്ര നേരം അവർ സെപ്പറേറ്റഡ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ലോട്ട് ഓഫ് കോൺഫ്ലിക്ട് അഗൈൻ അത് എസ്കലേറ്റ് ചെയ്യും. ആ കോൺഫ്ലിക്റ്റിൽ എസ്കലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവിടെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ എങ്ങനെയായാലും എന്നുള്ളത്. അപ്പം ഫാമിലി തെറാപ്പി നമ്മൾ ഭയങ്കര കെയർഫുൾ ആവണം അത്തരം കാര്യങ്ങളൊക്കെ. ടുവേർഡ്സ് എൻഡ് ആവുമ്പോൾ മാത്രമായിരിക്കും കറക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഈച്ച് ആൻഡ് എവരി പേഴ്സണെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് എത്താൻ. ഒരു ടീഡിയസ് വർക്ക്, കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട വർക്കായിരിക്കും. നമുക്കിപ്പോ ഒരു സാധാരണ ഒരു ക്ലിനിക്കൽ സെറ്റിംഗിൽ ഒറ്റ സെഷൻ, 2 സെഷൻ, 3 സെഷൻ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അത് ഓരോരുത്തരെയും അസസ് ചെയ്യണം. അപ്പൊ അതിനുള്ള ടൈം നമ്മൾ കണ്ടെത്തണം. ഓരോരുത്തർ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ക്ലാരിറ്റി ഉണ്ടാക്കണം. പിന്നെ ഐഡിയലി ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ജോഗ്രഫിക്കൽ സെപ്പറേഷൻ. തുടക്കത്തിൽ നിങ്ങൾ രണ്ടായിരത്തിൽ നിന്നോന്ന രീതിയിലാണ് പറയുക. കുറച്ചൊരു അസസ്മെന്റ് ഒക്കെ ശേഷം മതി ഒരുമിച്ച് ജീവിക്കുന്ന രീതിയിലാണ് പറയുക. ഇതൊക്കെ ഇന്ററാക്ട്, അവർക്ക് ഇന്ററാക്ട് ചെയ്യാം, ഫോൺ ചെയ്യാം, സംസാരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഈ കേസിന്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ഇപ്പൊ ഹസ്ബൻഡ് യുഎസ് അബ്രോഡ് ആള് ഈ 6 months വരുന്ന ഇടയിൽ ഞാൻ 2-3 സെഷൻസ് ഓൺലൈനായിട്ടും ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡിന്റെ മാത്രമായിട്ട്. കാരണം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ദിലീപ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. Excuse me, sir. ഹലോ സർ, എക്സ്ക്യൂസ് മീ. ഹലോ സർ, ചോദിച്ചോട്ടെ. ആരെങ്കിലും ഒരാൾ ഹലോ സർ. Jesse, you can talk. ജെസ്സി സർ. ആ ഓക്കെ സർ, ഇപ്പം ഒരു ഡി അഡിക്ഷനിൽ സെന്ററിൽ വർക്ക് ചെയ്യുകയാണെങ്കിലേ, അപ്പോ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ സെഷനും ഫാമിലി തെറാപ്പി സെഷനും അവരുടെ മാരിറ്റൽ റിലേഷൻഷിപ്പ് ശരിയാക്കലെല്ലാം ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമല്ലോ. അതെ. അപ്പം അങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ചെയ്യുക സർ? ആക്ച്വലി ഡി അഡിക്ഷൻ സെന്ററിലെ വർക്കിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അവിടെ നമ്മുടെ ഫോക്കസസ് പലപ്പോഴും അതായത് ഡി അഡിക്ഷൻ സെന്ററിൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തെറാപ്പി ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇൻഡിവിജ്വൽ തെറാപ്പി വിൽ ബി മോസ്റ്റ്ലി ഫോക്കസിങ് ഓൺ അഡിക്ഷൻ മാറ്റേഴ്സ്. ചില Okay. സന്ദർഭങ്ങളിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കേസസുകളും ഈ അഡിക്ഷന്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഇത് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് റീഹാബിലിറ്റേഷൻ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുന്നത്. ഈ ഫാമിലി തെറാപ്പിനെ കാണുന്നുണ്ടാവുക. അത് ഒരു നമ്മുടെ കോഗ്നിറ്റീവ് ബേസിക് ബിഹേവിയറൽ തെറാപ്പി യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അവിടെ? എന്തിനു വേണ്ടിയിട്ടാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി യൂസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളിപ്പം അഡിക്ഷൻ മോഡലിന്റെ അകത്ത് നമുക്ക് അഡിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തെറാപ്പീസ് ഉണ്ട്. അതായത് വൺ ഈസ് ലൈക്ക് MET, മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി ഉണ്ട്. രണ്ടാമത് പ്രോബ്ലം സോൾവിംഗ് ടൈപ്പ് തെറാപ്പീസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പേഴ്സണാലിറ്റി തെറാപ്പീസ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തെറാപ്പീസ് ഉണ്ട്. അതായത് DBT പോലത്തുള്ള സെപ്പറേറ്റ് തെറാപ്പീസ് ഉണ്ട്. അതാണ് നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടി വരിക. പക്ഷേ യൂഷ്വലി ലൈക്ക് ഞാൻ എന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എങ്ങനെ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോ എഡ്യൂക്കേഷൻ അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഫാമിലീസിന്റെ ഒക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അഡിക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലത്തെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വലിന് ഈ MET, അത് മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി വെച്ചിട്ട് ഈ ലെവൽ ഓഫ് മോട്ടിവേഷൻ, ഏത് മോട്ടിവേഷൻ ലെവലാണോ അതനുസരിച്ചിട്ടുള്ള പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് അവിടെ ടീച്ച് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് മോസ്റ്റ്ലി ഒരു ബിഹേവിയർ തെറാപ്പി കോൺസെപ്റ്റ് ആയിരിക്കും. CBT എന്ന് പറയുന്ന തെറാപ്പി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ CBT എന്നുള്ളത് ഇപ്പൊ ഡിപ്രഷൻ മാറാൻ വേണ്ടിയിട്ടാണോ, ആൻസൈറ്റി മാറാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ CBT ഉള്ള ചില പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇപ്പം OCPD ഉള്ള ഒരാളാണെന്ന് വെക്കൂ, അങ്ങനെ ഒരു ട്രേറ്റ്സ് ഉണ്ട് അയാൾക്ക് എന്ന് വെക്കൂ. അപ്പം അയാൾ തന്നെ ഡീൽ ചെയ്യുമ്പോൾ അയാൾ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. എങ്ങനെ ഈ ആൽക്കഹോളിസത്തിലേക്ക് വന്നിട്ടുള്ളത്
ഈ പറഞ്ഞ OCPDയുടെ റീസൺ വീട്ടിലുണ്ടാക്കുന്ന ക്ലാഷസ് കൊണ്ടാണ്. ഉം. അങ്ങനെയാണ് ഈ വ്യക്തിയിലേക്ക് ഈ വ്യക്തി കൂടുതലായിട്ട് ഒരു 2-3 മാസമായിട്ട് ഈ ഒരു വല്ലാതെ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരു അഡിക്ഷൻ ലെവലിലേക്ക് രാവിലെ തൊട്ട് കുടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അയാളുടെ OCPDയുടെ ട്രേഡ്സ് അയാളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് വീട്ടില് ഭാര്യയും പിന്നെ ഓഫീസില് അവർക്ക് ബിസിനസ് ആണ്. അപ്പൊ ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട സ്റ്റാഫുമായിട്ടുണ്ടാകുന്ന കണക്ഷനിൽ വരുന്ന പ്രോബ്ലംസും ഈ ഓവറായിട്ട് ഓർഡറും ഓവറായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പെർഫെക്ഷൻ വർക്കിൽ വേണം, അതുപോലെ വീട്ടിലും പെർഫെക്ഷൻ വേണം എന്നുള്ള ഒരു എല്ലാ കാര്യങ്ങളും പെർഫെക്ഷൻ ആയിട്ട് പോകണം, എല്ലാ ഓർഡർ ആൻഡ് ഒരു ഇതിൽ പോകണം ഒരു എന്താ പറയാ ഒരു റൂളിന്റെ പുറത്ത് പോകണം എന്നുള്ള ഒരു സാധനം വന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നത്തിൽ നിന്നാണ് അയാൾക്ക് ഫ്രസ്ട്രേഷൻ വന്നിട്ട് ഈ ഇതിലേക്ക് പോകുന്നത്, അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാൾക്ക് ശരിക്കും ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയാണ്. അതായത് അയാൾക്ക് അങ്ങനെ അയാളുടെ മെമ്മറിനെയോ കൊഗ്നിറ്റീവിനെയോ ഒന്നും ബാധിച്ചിട്ടില്ല. അപ്പൊ അയാൾക്ക് നമ്മളെ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാൻ പറ്റും. അപ്പൊ അയാൾക്കൊരു അയാളുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ട്രെയ്റ്റും കാര്യങ്ങളൊക്കെ അയാളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയും അതിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ CBT യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം താങ്കൾ പറഞ്ഞതിന്റെ അകത്ത് അയാൾ യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയാ മാലഡാപ്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് അയാളുടെ OCPD എന്നുള്ള രോഗത്തിന് വേണ്ടിയിട്ട് അയാൾ കണ്ടെത്തുന്ന സെൽഫായുള്ള ട്രീറ്റ്മെന്റ് ആണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് CBT ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സാധാരണഗതിയിൽ ഈ OCD അല്ലെങ്കിൽ OCPD സാധനങ്ങൾക്ക് ERP എന്നുള്ള ഒരു ബിഹേവിയർ തെറാപ്പി അല്ലെങ്കിൽ CBTയുടെ തന്നെ CBTയിലത്തുണ്ട് ബിഹേവിയർ തെറാപ്പിയിലും ഉണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ് ആക്ച്വലി. അപ്പൊ ആ ഒരു ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവിടെ ഫാമിലി തെറാപ്പി അല്ല, ഫാമിലി എഡ്യൂക്കേഷൻ ആണ് അവിടെ വേണ്ടി വരിക, ഫാമിലി കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക്. അപ്പൊ ഹസ്ബൻഡിന് ഇപ്പം OCPD ട്രേറ്റ്സ് ഉണ്ടെന്നുള്ളതും OCPDയുടെ മാലഡപ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ് ആണ് അഡിക്ഷൻ എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷനെ വേണ്ട. അപ്പം ഫാമിലി അതിനെ എങ്ങനെ കാണണം, എങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ അകത്ത് പ്രോബ്ലം സോൾവിംഗിലേക്ക് എത്തണം എന്ന രീതിയിലുള്ള ഫാമിലി തെറാപ്പി ആയിരിക്കും അവിടെ വേണ്ടി വരിക. അപ്പം പലപ്പോഴും ഫാമിലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം സ്കിസോഫ്രീനിയ ഉള്ള പാരന്റ്സ് ആണെന്ന് വിചാരിക്കാം, അല്ല സ്കിസോഫ്രീനിയ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെ നമ്മളൊരു റീഹാബിലിറ്റേഷൻ കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഫാമിലി എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫാമിലി തെറാപ്പി അല്ല. അപ്പം ഫാമിലിയുടെ ചില സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലിയിൽ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ ബെറ്റർ ആക്കൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് ഈ ഒരു പേഷ്യന്റിനെ അക്സെപ്റ്റ് ചെയ്യുക, പേഷ്യന്റിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടാൽ മതി തന്നെ. ഫാമിലി തെറാപ്പി, ഫാമിലി എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി തെറാപ്പി അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കാണാം. ഫാമിലി തെറാപ്പി കുറച്ചുകൂടി ഈ പറഞ്ഞ ഇപ്പൊ ഫാമിലി തെറാപ്പി പലതരത്തിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം അഡോളസെന്റ് ഇഷ്യൂസിന് യൂസ് ചെയ്യാറുണ്ട്, മാറ്റൽ ഇഷ്യൂസിന് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ പലതരത്തിൽ കാണാം. പക്ഷെ ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പം ഫാമിലി തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫാമിലി ഒരു സ്ട്രക്ചർഡോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും കാണുന്നുണ്ടാവുക. മറ്റേത് ഇപ്പൊ താങ്കൾ പറഞ്ഞ കേസിന്റെ അകത്ത് ഈ ഒരു ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലത്തിനെ മാത്രമാണ് കാണുന്നത്. അപ്പൊ ഇൻഡിവിജ്വലിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള മറ്റു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിയാവും. ഓക്കെ, താങ്ക്സ് സർ. എക്സ്ക്യൂസ് മീ സർ, നമ്മള് കേരളം പോലൊരു സംസ്ഥാനത്ത് എത്രത്തോളം ആൾക്കാർ ഇത്രയും ടൈമും ഇത്രയും മണിയും ഒരു ഫാമിലി തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് സർ? ഒരു 2-3 സെഷൻ വന്ന് തിരിച്ചു വരാതിരിക്കുന്ന ഒരു കണ്ടീഷൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ടോ? ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സെറ്റിംഗിൽ അങ്ങനെ കുഴപ്പം ഉണ്ടാവുന്നില്ല ആക്ച്വലി. അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടുത്തെ ടെക്നിക്സിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തിങ് ലൈക്ക് പ്രോപ്പർ ആയിട്ടൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. വാട്ട് വി ആർ ഡൂയിങ്, വൈ വി ആർ ഡൂയിങ് എന്നുള്ള രീതിയിൽ ഒരു പ്രോപ്പർ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ചിലപ്പോൾ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനോട് മാത്രമല്ല, ചിലപ്പം അവരെ കൊണ്ടുവരുന്ന ഒരാളോട് കൂടി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു പള്ളി കമ്മിറ്റി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അവരോടും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഇൻവോൾവ് ചെയ്യും. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളതും അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതും ഒരു പ്രോപ്പർ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ആൾക്കാർ ചിന്തിച്ച് വെച്ചേക്കുന്ന രീതികൾ വ്യത്യാസമായിരിക്കും. അപ്പം ഇതിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളതും ഇതിനകത്ത് ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്നുള്ളതും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സക്സസ്ഫുൾ. അങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പറയാം ഇത്ര സെഷൻ വേണ്ടി വരും എന്നുള്ളത് അറിയാം. പിന്നെ ഇപ്പം അങ്ങനെ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ സിംപ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് മാത്രം കൊടുക്കുക. റൈറ്റ് നൗ വാട്ട് ഇസ് എ പ്രോബ്ലം, അതിനെന്താ സൊല്യൂഷൻ എന്ന രീതിയിൽ അർത്ഥം തിങ്ക് ചെയ്യാനായിട്ട് വരും. ഓക്കെ, ഈ സൊല്യൂഷൻ ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കുകയല്ല,
സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഈ സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ചസ് ഒക്കെ ഇല്ലേ, ഫാമിലി തെറാപ്പിയുടെ സൊല്യൂഷൻ, അങ്ങനത്തെ രീതിയിലുള്ള സിമ്പിൾ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ പക്ഷേ ഉള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് വീണ്ടും പോപ്പപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, വീണ്ടും വേറൊരു പ്രോബ്ലംസ് പോപ്പപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായി. അപ്പം വീണ്ടും ഒരു തെറാപ്പി സെഷൻസ് ഇപ്പോൾ 6 months അല്ലെങ്കിൽ 1 year കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാനായിട്ട് വരും. ഓക്കെ, ഈ സ്ട്രക്ചർഡും സിസ്റ്റമാറ്റിക് ഫാമിലി തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അവർക്ക് അവരുടെ ഫാമിലിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ കോൺസെപ്റ്റലൈസേഷൻ വരും, ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പൊ അതായിരിക്കും ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ടാവും. ഓക്കെ, അപ്പം അതിൽ തന്നെ ഈ പാട്രിയാർക്കൽ ഒരു സിസ്റ്റത്തിലാണല്ലോ നമ്മളും നമ്മുടെ നാട്ടുകാരും ജീവിച്ചു വളർന്നത്. അപ്പൊ അത് ഒരു സ്ട്രോങ് ബിലീഫ് ഹസ്ബൻഡ് സൈഡിൽ കാണുന്നതായിട്ട് നമ്മൾ മിക്ക കേസിലും കാണുന്നുണ്ടല്ലോ. അതിനെ നമുക്ക് എങ്ങനെ പ്രോസസ് ചെയ്ത് കൊണ്ടുവരാം സർ? നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പൊ ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ്, ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്, ഒരു ഡിഫറെന്റ് പേഴ്സൺ ആണ്. കുട്ടി ഈസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദിസ് പാരന്റ്സ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ടീച്ച് ചെയ്യില്ല. അപ്പൊ അതിന് നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പേഴ്സണോട് ചോദിക്കാം, നിങ്ങളും നിങ്ങളുടെ സിബ്ലിങ്സും നിങ്ങളുടെ ബ്രദറും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണോ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവുന്നത്? നിങ്ങൾ ഒരേ പേരൻസിന്റെ മക്കളായിട്ട് എന്തുകൊണ്ടാണ് വ്യത്യാസം ഉണ്ടാവുന്നത് എന്നത് ചോദിക്കാം. എന്നിട്ട് അതേ രീതിയിൽ അങ്ങനെ ആകുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടാവത്തില്ലേ? അപ്പൊ അവർക്ക് അവരുടേതായ ഇമോഷൻസും അവരുടേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇങ്ങനെ അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുറെ കൂടി അവർക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലാവുകയും എത്തപ്പെടും. ഈ പാട്രിയാർക്കൽ സിസ്റ്റം കുറേയൊക്കെ ആൾക്കാർ ഇപ്പം മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ പാട്രിയാർക്കൽ എപ്പോഴും വർക്ക് ചെയ്യത്തില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ ലോട്ട് ഓഫ് ഫാമിലീസ് ആ പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് പോകുന്നതും ഒരു പർട്ടിക്കുലർ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോളോ ചെയ്ത് പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും അവരുടെ പാട്രിയാർക്കിനെ മാറ്റുക എന്ന രീതിയിൽ അവര് തിങ്ക് ചെയ്യിപ്പിക്കരുത്. അല്ലാതെ അവരങ്ങനെ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തെറാപ്പി പിന്നെ സക്സസ് ആവത്തില്ല. അതായത് അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതായത് അവരുടെ തോട്ട് പ്രോസസ് എന്താണോ അതിനെ നമ്മളിങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പോവാം. നമ്മൾ സംതിങ് കോൾസ് ലൈക്ക് റോൾ വിത്ത് റെസിസ്റ്റൻസ്. അത് നമ്മൾ ഈ മോട്ടിവേഷണൽ മോഡൽ ഉണ്ടല്ലോ, മോട്ടിവേഷണൽ മോഡലിൽ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് റോൾ വിത്ത് റെസിസ്റ്റൻസ്. അപ്പം അവരുടെ ഒരു രീതി ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ അത് വെച്ചിട്ട് തന്നെ നമ്മൾ റോൾ ചെയ്യാം, അത് വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ആകുമ്പോഴേ അത് സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ളൂ. നമ്മൾ അവരെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവര് റെസിസ്റ്റൻസ് കൂടത്തുള്ളൂ, നമ്മളത് വരത്തില്ല. ഓക്കെ സർ, മനസ്സിലായി. താങ്ക് യു സോ മച്ച്. സർ, ഒരു പ്രഗ്നന്റ് ലേഡിയുടെ കാര്യവും സൂസൈഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്ത കാര്യമൊക്കെ സാർ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്നുള്ള ആ കണ്ടീഷനിൽ ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ ഒരു മെഡിസിന്റെ സപ്പോർട്ട് എടുക്കേണ്ടി വരിക? അതിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ തെറാപ്പി മാത്രം മതിയോ? അല്ല, നമ്മളിപ്പം ഒരു ഡയഗ്നോസിലേക്ക് എത്താന്ന് വിചാരിക്കാം, ഒരു രോഗം എന്ന രീതിയിൽ തീരുമാനിക്കുന്ന വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ആ വ്യക്തിക്ക് ആൻസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഡിപ്രഷൻ എന്നുള്ള രോഗം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾ ഡിപ്രഷന്റെ ഭാഗമായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുവാണെങ്കിൽ അതിനർത്ഥം അവർക്ക് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടെന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അത് ഇപ്പൊ നോർമലി ഒരാൾ ഇമ്പൾസീവ് ആയിട്ട് സൂയിസൈഡ് നടത്തിയേക്കാം, അതിപ്പോ വേറെ ഡയഗ്നോസ് ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷെ ഡിപ്രഷനുള്ള ആള് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഈസ് സിവിയർ ഡിപ്രഷൻ. ഓക്കെ, ഇപ്പൊ സിവിയർ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ഓഫ് ട്രീറ്റ്മെന്റ് വിൽ ബി അവരെ IP അഡ്മിറ്റ് ആക്കുക, ഒരു സൈക്കാട്രി ക്ലിനിക്കിലേക്ക് അഡ്മിറ്റ് ആക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പൊ സാധാരണഗതിയിൽ ഡിപ്രഷന്റെ കാര്യം പറയുവാണെങ്കിൽ മൈൽഡ് മോഡറേറ്റ് സിവിയർ എന്ന് പറയുവാണെങ്കിൽ മൈൽഡ് റിസർച്ചേഴ്സും എവിഡൻസ് ബേസ്ഡ് തെറാപ്പിയും പറയുന്നത് മൈൽഡ് ഡിപ്രഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സൈക്കോളജിക്കൽ തെറാപ്പി വർക്ക് ചെയ്യത്തുള്ളൂ. മോഡറേറ്റ് ഡിപ്രഷൻ ആണെങ്കിൽ അത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് ആയിട്ട് സൈക്കോതെറാപ്പി വർക്ക് ചെയ്യത്തുള്ളൂ. മോഡറേറ്റ് ഡിപ്രഷൻ ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിസിൻ ആണ്. എന്നിട്ട് മെഡിസിൻ കഴിച്ച് കുറച്ച് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ അതിന് സപ്പോർട്ടീവ് ആയിട്ട് കൺജോയിന്റ് ആയിട്ട് നമുക്ക് സൈക്കോതെറാപ്പി വർക്ക് ചെയ്യും. മൂന്നാമത് സിവിയർ ഡിപ്രഷൻ ആണ് വരുന്നതെങ്കിൽ സിവിയർ ഡിപ്രഷനകത്ത് സൈക്കോതെറാപ്പി വർക്ക് ചെയ്യത്തില്ല ഇനിഷ്യലി. കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻ കൊടുത്ത് അല്ലെങ്കിൽ IP ആക്കി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം അവർക്ക് റിലാക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സൈക്കോതെറാപ്പി വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് മനസ്സിലാവണം, അതായത് ഇതിനൊരു ഈ തെറാപ്പി ട്രീറ്റ്മെന്റ് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. എന്ത് ട്രീറ്റ്മെന്റ് ആദ്യം ചെയ്യേണ്ടത്, എന്ത് ട്രീറ്റ്മെന്റ് അവസാനം ചെയ്യണം എന്നൊരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ ആക്ച്വലി നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്നത് UK ബേസ്ഡ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ്. അതിനെ നൈസ് ഗൈഡ് ലൈൻസ് പറഞ്ഞത് NIC നൈസ് ഗൈഡ് ലൈൻസ് എന്നാ പറയാം. അപ്പൊ അതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് ഏത് തെറാപ്പി എപ്പോൾ ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ CBT ആയിരിക്കും ഫസ്റ്റ് ലൈൻ, അല്ലെങ്കിൽ ഈ IPT ഇന്റർപേഴ്സണൽ തെറാപ്പി ആയിരിക്കും ഫസ്റ്റ് ലൈൻ ചെയ്യുന്നുണ്ടാവുക മൈൽഡ് ആണെങ്കിൽ. മോഡറേറ്റ് ആണെങ്കിൽ ഫസ്റ്റ് ലൈനായിട്ട് തെറാപ്പി ചെയ്യത്തില്ല, മെഡിസിൻ കൊടുക്കും. മെഡിസിൻ കൊടുത്ത് ഇമ്പ്രൂവ് ആയതിനു ശേഷം അവർക്ക് സപ്പോർട്ടീവായിട്ട് സൈക്കോതെറാപ്പി കൊടുക്കും. ഓഗ്മെന്റിങ് സൈക്കോതെറാപ്പി ആയിരിക്കണ്ട. അപ്പൊ സിവിയർ ആണെങ്കിൽ തെറാപ്പി അല്ല, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് എന്നുള്ള മെഡിസിൻ തന്നെയായിരിക്കും. എന്നിട്ട് റിലാപ്സ് പ്രിവെൻഷൻ എന്ന രീതിയിൽ മാത്രം നമ്മൾ അത് ഡിപ്രഷൻ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ സൈക്കോതെറാപ്പി ചെയ്യും. സാർ ഓക്കെ, ഒരു അത് പേഷ്യന്റ് ക്ലിയർ നമ്മുടെ ആയോ? ക്ലിനിക്കില് ക്ലിയർ ആയി സാറേ. സാർ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് എത്തുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നത് ഒരു മോഡറേറ്റ് ഡിപ്രഷനിലേക്ക് അവര് എത്തിയ ഒരു സാഹചര്യത്തിലാണ് അവർ കൂടുതലും ക്ലിനിക്കിലേക്ക് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഉം. അപ്പോ നമ്മൾ അല്ല, ഈ നമുക്കതിനെ മെഡിസിൻ റെഫർ ചെയ്ത് കഴിയുമ്പോ പിന്നെ നമുക്കത് അസസ് അവർക്കൊരു ചെയ്യാലോ. നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അസസ്മെന്റ് മിക്കവാറും റേറ്റ് എല്ലാ വെച്ച് അസസ് ചെയ്യാം. കേസുകളിലും തന്നെ ഒരു മോഡറേറ്റ് കേസിൽ വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആയിട്ടാണ് മിക്ക പേഷ്യൻസും നമ്മുടെ അടുത്തേക്ക് എത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മെഡിസിൻ റെഫർ ചെയ്യും. മെഡിസിൻ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മുടെ അടുത്ത് വരില്ല. പിന്നെ അവര് നമ്മള് തെറാപ്പിയിലേക്ക് അവർ ഫസ്റ്റ് സെഷനിൽ നമ്മൾ അവരെ അസസ് ചെയ്യുക, പ്രോപ്പറായിട്ട് അസസ് ചെയ്യുക. അസസ് ചെയ്തിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ അസുഖത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായാലും നിങ്ങൾക്ക് അത് വീണ്ടും റിക്കറന്റ് ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ റിക്കറന്റ് ആയിട്ട് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് തെറാപ്പി ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മരുന്നിനെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടല്ല പറയേണ്ടത്. മരുന്ന് സയന്റിഫിക് ആയിട്ട് ആവശ്യമുള്ള കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ തെറാപ്പി. അത് മരുന്ന് അപ്പൊ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ അവര് വരുമ്പോ ഒരു സ്ലീപ്പിംഗ് അവർക്കൊരു ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല. അവരുടെ വിശപ്പ് ബേസിക് ഉള്ള കാര്യങ്ങൾ തന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ടും വിത്ത് സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുമ്പോ മരുന്ന് ഇല്ലാതെ അവിടെ ഒരു നമ്മുടെ പറയുന്നത് നിർത്താനുള്ള ഇല്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ വരുന്നൊരു പേഷ്യന്റ് ആണ്, അവരുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാലോ. നിങ്ങളിപ്പോ ഇത്ര നാൾ മരുന്ന് കഴിച്ചിട്ട് വന്നാ എന്ന രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാലോ അവരെ. ഓക്കെ. ഇപ്പൊ സൈക്കോട്ടിക് പേഷ്യൻസ് പക്ഷെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ മോഡറേറ്റ് കേസിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അവർ നമ്മുടെ അടുത്ത് വരില്ല. ഇപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത് അവരെ ട്രീറ്റ് ചെയ്യാന്നുള്ളതല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രീറ്റ് ചെയ്യാന്നുള്ളത്. അതെ. ഓക്കെ. നമ്മളെപ്പോഴും ഒരു ലൈസൻസ് വിത്ത് സൈക്കാട്രി ആയിട്ട് ഒരു നെറ്റ്വർക്ക് ആയിട്ട് പോകുന്നതായിരിക്കും നല്ലതുണ്ടാവും. അല്ലാതെ എങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയ പേഷ്യൻസിനെ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് വഷളാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ റിസ്ക് ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടാവില്ല, കൂടെ നിൽക്കുന്ന ഫാമിലി മനസ്സിലാക്കുന്നുണ്ടാവില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവുന്ന സ്ഥിതിക്ക് നമ്മൾ റെഫർ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഒരു സേഫ്റ്റിയും അവരോട് അപ്പൊ ചെയ്യുന്ന നമ്മളിപ്പോ ഒരു റെഫറൽ ലെറ്റർ ഒക്കെ എഴുതിയിട്ട് സൈക്കാട്രിസ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്ക് അവര് തിരിച്ച് റെഫർ ചെയ്യുമല്ലോ. അങ്ങനെയാകുമ്പോ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാം. സാർ എവിടെ സാറേ? ഞാൻ വർക്ക് ചെയ്യുന്നത് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മലപ്പുറം ജില്ലയിൽ. സർ ഒരു മലപ്പുറം ഡൗട്ട് ജില്ലയിൽ ചോദിച്ചോട്ടെ? സർ എക്സ്പ്ലെയിൻ ചെയ്തേല് സർ ഇപ്പൊ അതില് ഈ പറഞ്ഞല്ലോ സെപ്പറേറ്റഡ് ആൻഡ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞ ഒരു ഇത് പറഞ്ഞില്ലേ കൊഹിഷനില്. അതിൽ ഈ സെപ്പറേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി കപ്പിൾസ് തമ്മിൽ ലൈക്ക് എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാവുക അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. ഓക്കെ. അത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെപ്പറേറ്റഡ് ആൻഡ് അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞതോ? അല്ല, ഞാൻ പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ് ഇല്ലേ, കൊഹൂഷനും ഫ്ലെക്സിബിലിറ്റി എന്നുള്ള രണ്ട് കോൺസെപ്റ്റ് ഇല്ലേ? അതെ. അതിൽ കൊഹൂഷനിൽ സർ പറഞ്ഞായിരുന്നല്ലോ, അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള രണ്ട് ഇതെന്ന് പറയുന്നത് സെപ്പറേറ്റഡ് ആൻഡ് കണക്റ്റഡ് ബാലൻസ്ഡ് എന്ന് പറയുന്നത്. അതിൽ സെപ്പറേറ്റഡ് ആക്ച്വലി എന്താണ് ഉദ്ദേശിക്കുന്നത്? സെപ്പറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാനും നമ്മളോ, I and we എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഞാനും നമ്മളോ എന്ന രീതിയിൽ. നമുക്ക് ചില സിറ്റുവേഷനിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റും, ചില സിറ്റുവേഷൻ നമുക്ക് നമ്മൾ ഒരുമിച്ച് എന്ന രീതിയിൽ. ഇപ്പൊ രണ്ടാളും രണ്ടിടത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാളും കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ആവശ്യമുള്ള സമയത്ത് അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ ക്ലോസ്നെസ് എന്നുള്ളത് ക്ലോസ്നെസ് ഉണ്ടാവും, പക്ഷെ ലോ ടു മോഡറേറ്റ് ആണ്. എപ്പോഴും അവർക്ക് അത് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ലോയൽറ്റി ഉണ്ടാവും, വിശ്വാസ്യത ഉണ്ടാവും പരസ്പരം, ആ രീതിയിലാണ്. ഹലോ സർ. യെസ്. ഹലോ. സർ, ഇപ്പൊ നമ്മള് ഒരു ഇൻഡിവിജ്വൽ തെറാപ്പി നടക്കുന്ന സമയത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് അവരുടെ ഇൻഡിവിജ്വൽ തെറാപ്പി മാത്രമല്ല ഒരു ഫാമിലി ഇതും കൂടെ വേണം. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? നമ്മൾ അപ്പം ഇൻഡിവിജ്വൽ തെറാപ്പി കഴിഞ്ഞിട്ട്, അത് ഇൻഡിവിജ്വൽ തെറാപ്പിയുടെ ഇത് കഴിഞ്ഞിട്ട് ഫാമിലി തെറാപ്പി എന്നുള്ള ഇത് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ തെറാപ്പിയുടെ കൂട്ടത്തിൽ സൈക്കോ എഡ്യൂക്കേഷൻ, ഫാമിലി മെമ്പേഴ്സിന് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാം.
അതിപ്പം ആ ഒരു പേഴ്സന്റെ പ്രോബ്ലം ലൈക്ക് ഫാമിലിയിലുള്ള ഇത് പ്രോബ്ലം കൂടിയാണ്. അവിടെ കറക്ഷൻ നടന്നാൽ മാത്രമേ ഇവിടെ സോൾവിങ് അതെ നടക്കുള്ളൂ. അതെ അതെ പക്ഷെ അതെ നമ്മൾ എക്സാക്ട്ലി. ഇന്നത്തെ ടോപ്പിക് പർട്ടിക്കുലർലി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ടും നമ്മൾ ഇന്ത്യൻ ഫാമിലീസിന് അറിയില്ല എന്താണ് ഈ സൈക്കോളജി എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നല്ലൊരു ശതമാനത്തിന് ഇപ്പോഴും അറിയില്ലല്ലോ. അപ്പൊ അവരെ നമ്മൾ ഏത് എങ്ങനെ കേസിനും നമ്മൾ പ്രോപ്പർ സൈക്കോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏത് കേസാണെങ്കിലും, ഇൻഡിവിജ്വൽ കേസാണെങ്കിലും ഫാമിലി കേസാണെങ്കിലും ഏത് കേസാണെങ്കിലും സൈക്കോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് നമുക്ക് പ്രോപ്പറായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അത് വിത്ത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഇത്രത്തോളം ആൾക്കാർക്ക് ഇങ്ങനത്തെ അസുഖം പ്രിവലൻസ് ഉണ്ടാവുന്നുണ്ട്, ഇതിന് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഈ ട്രീറ്റ്മെന്റ് ഇത്ര വർഷം പോകാൻ സാധ്യതയുണ്ട്, അങ്ങനെ. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഒരു ന്യൂറോബയോളജി കൂടി അറിയാമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി വെൽ ആൻഡ് ഫൈൻ. ഓക്കെ, നമുക്ക് ബ്രെയിനിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ രീതിയിൽ. സാധാരണ ആൾക്കാരെ പറഞ്ഞു ഞരമ്പ് തളർന്നൊക്കെ പറയും. അങ്ങനൊന്നും പറയാതെ ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടൊരു അല്ല, എന്നാലും ഞാൻ ഈ ആ മെഡിക്കലി ഉള്ള ഒരു ട്രീറ്റ്മെന്റും അല്ലാതെ നമ്മളിപ്പോ സൈക്കോതെറാപ്പി മാത്രം വേണ്ട ഒരു കേസാണ്. പക്ഷെ അവിടെ ഫാമിലി ഇൻവോൾവ്മെന്റ് വളരെ ഹയർ ആണ്. പക്ഷെ അവിടെ ഒരു എന്താ പറയാ, ഒരു ട്രഡീഷണലി അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലുള്ള ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഫാമിലി തെറാപ്പിക്ക് അല്ലെങ്കിൽ എനിക്കൊരു ഫാമിലി തെറാപ്പി വേണം എന്നുള്ളത് പോലും അവിടെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാത്ത സാഹചര്യങ്ങൾ വരുമല്ലോ. എന്താണ് അതെ ഫാമിലി അതെ തെറാപ്പി കൊണ്ട് അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഫാമിലി ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്കിപ്പോ അവരെ ഫാമിലിനെ കിട്ടാൻ വളരെ ചാൻസ് കുറവായിരിക്കുമല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാളെങ്കിലും കിട്ടിയാൽ തന്നെ അവരോട് എഡ്യൂക്കേറ്റ് ചെയ്യാമല്ലോ. ഇപ്പൊ അവരുടെ സ്പൗസോ അല്ലെങ്കിൽ അവരുടെ പേരൻസോ അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ കുറച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഞാൻ. ഈ റീസെന്റ് ഇറങ്ങിയ മറ്റേ ആടുജീവിത സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായല്ലോ. അതായത് അതിൻ്റെ അകത്തുള്ള നായകനും നായികയും തമ്മിൽ എന്തോ ലിപ് ലോക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അത് കേട്ടിരുന്നോ? അതായത് ആൾക്കാർ ചോദിക്കുന്നത് ഓക്കെ, എന്താ പറയാ, 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ലിപ് ലോക്ക് ചെയ്യുക എന്നുള്ള ഇതിലാണ് ചോദിച്ചത്. അവർക്ക് 5ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും അവർ ഹ്യൂമൻ ബീങ്സ് ആണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്ക് അറിയാൻ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരു ഫാമിലി, അത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് അത് വില്ലിങ് ആവും. ഓക്കെ, അത് പലപ്പോഴും ഈ വ്യക്തികളുടെ പ്രയോറിറ്റി ഒരു ഫാക്ടർ ആയിരിക്കും. അവർക്കിത് ട്രീറ്റ് ചെയ്യണോ വേണ്ടയോ, അല്ലെങ്കിൽ അത് ഇതൊരു ലൈഫിന് ജീവിതത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പം നമുക്ക് അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നുള്ള, അത് കാരണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ചില ആൾക്കാർ ഡിപ്രഷനൊക്കെ വന്ന ആൾക്കാർ ഇതിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതിന്റെ വിദ്യ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ള രീതിയിൽ പലർക്കും അവരുടെ പല സൈക്കോളജി കംപ്ലൈന്റ്സ് അറിയില്ല ഇതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്നുള്ളത് അറിയാണ്ട് ജീവിക്കുന്ന പലരും ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ചേഞ്ചസ് വരുത്തിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. യെസ്, അപ്പോ നമ്മളുടെ ചെറിയ ടൈം കൺസ്ട്രെയിൻസ് കാരണം നമ്മളുടെ വെബിനാർ എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു എവറിബഡി ഫോർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. അതുപോലെ തന്നെ സാറിനും ഞങ്ങളെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് താങ്ക് യു അറിയിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു ചുരുങ്ങിയ വേളയിൽ നമുക്ക് ഒരു 1.5 hours ഉണ്ടായുള്ളൂ. പക്ഷെ ഇത്രയും ബ്രോഡ് കോൺസെപ്റ്റ് ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് കേസസ് അടക്കം സാർ നമുക്ക് പറഞ്ഞു തന്നു. ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഫാമിലി തെറാപ്പി മോഡൽസ്, അലോങ് വിത്ത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഏതൊക്കെ മോഡൽസ് ആണ് സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അലോങ് വിത്ത് അതിന്റെ ടെക്നിക്സ്, കേസസ് അടക്കം സാർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തന്നു. സോ അതുപോലെ തന്നെ നമ്മുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നു. സോ താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ എഫേർട്സിനും ടൈമിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. സോ എല്ലാവരുടെ ഭാഗത്തുനിന്നും താങ്ക് യു അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, താങ്ക് യു. യെസ്.